جمعية الدعوة والإرشاد وتوعية الجاليات بحفر الباطن أمة. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മമാണ് ഉംറ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാണ് എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹജ്ജ്. അത് നമുക്കറിയാം. ആ ഹജ്ജിനോട് കൂടെ തന്നെ അള്ളാഹു എടുത്തു പറഞ്ഞതാണ് ഉംറ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 196 നമ്പർ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി നിർവഹിക്കുക. അപ്പോൾ ഹജ്ജിനോടൊപ്പം തന്നെ നിങ്ങൾ ഹജ്ജ് മാത്രം നിർവഹിക്കുക എന്നല്ല പറഞ്ഞത്, ഉംറയും നിർവഹിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിളിയാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വഅ ഇലൈഹി സബീല. ആ കഅബാലയത്തിൽ, ആ മന്ദിരത്തിൽ എത്തിച്ചേരുവാൻ കഴിവുള്ള മനുഷ്യർ അതിലേക്ക് വരട്ടെ. അതിലേക്ക് തീർത്ഥാടനം നടത്തൽ അവർക്ക് റബ്ബിനോട്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അള്ളാഹു നമ്മെ വിളിക്കുകയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുവാൻ വേണ്ടി. നിങ്ങൾ ഈ കഅബാലയത്തിലേക്ക്, മന്ദിരത്തിലേക്ക് വന്നെത്തുവിൻ എന്നുള്ള റബ്ബിൻ്റെ കൽപ്പനയാണ്. ഇതിൻ്റെ മഹത്വം പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഒരു ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ മറ്റൊരു ഉംറ വരെ അവക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള മോചനമാണ്. അതായത് ഉംറ ജീവിതത്തിൽ ഒരു തവണയാണ് നമുക്ക് നിർബന്ധമുള്ളൂ. പക്ഷെ ഒന്നിൽ കൂടുതൽ ഉംറ നമുക്ക് നിർവഹിക്കുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ്. മാത്രവുമല്ല, നമുക്ക് ഒരു ഉംറ കഴിഞ്ഞ് ഈ ഒരു വർഷം ചെയ്തു, അടുത്ത വർഷമാണ് വീണ്ടും ഉംറ ചെയ്യുന്നതെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ ചെയ്തു പോയിട്ടുള്ള നമ്മുടെ ചെറുദോഷങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് എന്ന് നബീന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നുകൂടി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മഹത്വമാണ്, ഉംറയുടെ മഹത്വം ഈ ഹദീസിൽ കൂടുതൽ നിർവഹിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് പുണ്യകരമാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. നിങ്ങൾ ഹജ്ജും ഉംറയും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുക, തുടർത്തിക്കൊണ്ടേയിരിക്കുക. എന്താണ് അതിൻ്റെ ഉള്ള മഹത്വം പറഞ്ഞത്, പ്രതിഫലം പറഞ്ഞത്? ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്. അത് ഫഖർ, ദാരിദ്ര്യത്തെയും പാപങ്ങളെയും അത് ഇല്ലാതെയാക്കി കളയും, മായ്ച്ചു കളയും. എപ്രകാരം? ഒരു ഇരുമ്പ് പണിക്കാരൻ, കൊല്ലപ്പണിക്കാരൻ എന്ന് പറയാറുണ്ടല്ലോ, അവര് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇരുമ്പിൻ്റെയും ഒക്കെ കറകൾ എപ്രകാരമാണോ കഴുകി അത് ശുദ്ധിയാക്കുന്നത്, അതേ പ്രകാരം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ദാരിദ്ര്യത്തെയും പാപങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കഴുകി ശുദ്ധിയാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. എപ്രകാരമാണോ റസൂലുള്ള ഹജ്ജും ഉംറയും നിർവഹിച്ചത് അപ്രകാരം ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്കറിയാം, റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിക്കണം എന്നുള്ളത്. അതേപോലെ തന്നെ ഉംറയിലും ഹജ്ജിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. റസൂലുള്ളാഹി എപ്രകാരമാണോ ഉംറ ചെയ്തത് അപ്രകാരം നമ്മൾ ഉംറ ചെയ്തോ. റസൂലുള്ളാഹി എപ്രകാരമാണ് ഹജ്ജും നമസ്കാരവും നിർവഹിച്ചത്, നോമ്പെടുത്തത്, അതേ പ്രകാരം നമ്മൾ നിർവഹിക്കണം. ഇതാണ് റസൂലുള്ളാഹി തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ലഅല്ലി ലാ അറാക്കും ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം, അഥവാ തന്റെ റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജ്, ആദ്യത്തെയും അവസാനത്തെയും കൂടി ഒരു ഹജ്ജാണ് റസൂലുള്ളാഹി ചെയ്തത്. ആ ഹജ്ജിന്റെ വേളയിൽ റസൂലുള്ളാഹി പ്രസംഗിക്കുകയാണ്, ഈ വർഷത്തിന് ശേഷം ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയില്ല എന്ന് വന്നേക്കാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണ് പ്രവാചകന്റെ സുന്നത്തനുസരിച്ചാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി ഒരു ഉംറ ചെയ്യുമ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മഹത്വങ്ങളെക്കുറിച്ച് വിശദീകരിക്കില്ല. ഇതിന് കുറേ നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. ആർക്കെല്ലാമാണ് ഉംറ നിർബന്ധമായിട്ടുള്ളത്? എല്ലാവർക്കും നിർബന്ധമാണോ? നോക്കാം.
ഒന്നാമത് മുസ്ലിമായിട്ടുള്ള ആൾക്ക്, മുസ്ലിം അല്ലാത്ത അമുസ്ലിമായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഉംറ വാജിബല്ല, നിർബന്ധമല്ല. രണ്ടാമത്തേത് ആഖില്, ബുദ്ധിയുള്ള ആളായിരിക്കണം. ഭ്രാന്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജും ഉംറയും വാജിബില്ല, നിർബന്ധമില്ല. മൂന്നാമത്തേത് ബാലിഗായിരിക്കണം, അഥവാ പ്രായപൂർത്തി ഉള്ളയാളായിരിക്കണം. പ്രായപൂർത്തി എത്തിയ ആളുകൾ, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമില്ല. അതിനെക്കുറിച്ചുള്ള ഹദീസ് പിന്നീട് വരുന്നുണ്ട്. പിന്നെ നാലാമത്തേത് സ്വതന്ത്രനായിരിക്കുക, സ്വതന്ത്രനായിരിക്കുക, അടിമയല്ലാതിരിക്കുക എന്നുള്ളത്. അഞ്ചാമത്തേത് ഖാദിറായിരിക്കുക, കഴിവുള്ളവനായിരിക്കുക. അത് ചെയ്യുവാൻ ഇസ്തിത്താഅത്ത് വേണമെന്ന്, മനിസ്തത്വാ ഇലൈഹി സബീല എന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൽ കണ്ടില്ലേ. അവന് ചെയ്യാൻ കഴിവുള്ള ആളുകൾ, അത് സാമ്പത്തിക മാലിയായിട്ടുണ്ടായിരിക്കാം, സിഹിയായിട്ട് ആരോഗ്യപരമായിട്ടുണ്ടായിരിക്കാം, സഫർ യാത്രാപരമായിട്ടായിരിക്കണം. ഏത് രീതിയിലും നമുക്ക് പോകാനുള്ള, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവാം, കൂടെ പോകാനുള്ള ആളുണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവാം, പക്ഷെ സമ്പത്ത് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിവുണ്ടെങ്കിലേ അതിന് സാമ്പത്തികപരമായിട്ട് ആരോഗ്യപരമായിട്ട് ഒക്കെ കഴിവുണ്ടെങ്കിലേ, യാത്രാപരമായിട്ടും കഴിവുണ്ടെങ്കിലേ അവനെ സമയത്തോടത്തോളം ഉംറ വാജിബായിട്ടുള്ളൂ. അപ്രകാരം തന്നെ മെഹ്റം ഉണ്ടായിരിക്കുക ഒരു സ്ത്രീക്ക് മാത്രം ബാധകമാണ്. ഒരു സ്ത്രീ ഹജ്ജിനോ ഉംറക്കോ പോകുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം യാത്ര ഒറ്റയ്ക്ക്, മെഹ്റമില്ലാത്ത ഒറ്റയ്ക്ക് യാത്ര പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീ ആണെങ്കിൽ അവർക്ക് മെഹ്റം ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉംറ വാജിബായിട്ടുള്ളൂ. അതിന് നിബന്ധനയാണ്. ഇനി കുട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് ഹജ്ജ് ചെയ്യാമോ? ചെയ്യാം. ഉംറ ചെയ്യാമോ? ചെയ്യാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു സ്ത്രീ ഹജ്ജിന്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് കണ്ട് ആ കുട്ടിയെ ഉയർത്തിപ്പിടിച്ച് പറയുകയാണ്, യാ റസൂലല്ലാഹ് അലി ഹാദാ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നഅം, അതെ ഉണ്ട്, നിനക്ക് അതിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു മാതാപിതാക്കൾക്കാണ് ഒരു കുട്ടി ഹജ്ജും ഉംറയും ചെയ്യുന്നത് കൂടി അതിന്റെ പ്രതിഫലമുള്ളത്. പക്ഷേ അവന്റെ നിർബന്ധമായിട്ടുള്ള ഹജ്ജും ഉംറയും ഉണ്ടല്ലോ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അത് ഈ കർമ്മം കൊണ്ട് വീടുന്നതല്ല. പ്രായപൂർത്തി ആയതിനു ശേഷം വീണ്ടും അവന് അവൻ്റെതായിട്ടുള്ള ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കേണ്ടതാണ്. ഇനി ഹജ്ജും ഉംറയും മറ്റൊരാൾക്ക് നമുക്ക് നിർവഹിക്കാമോ? പറ്റും. ആർക്കൊക്കെ? ചിലപ്പോൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കാം. അതേ പ്രകാരം തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നിർവഹിക്കാം. എങ്ങനെയൊക്കെയാണ്? അതിന് പ്രത്യേക നിബന്ധനകൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് രീതിയിൽ. ഒന്ന്, ആരെങ്കിലും മരണപ്പെട്ടുവെങ്കിൽ അവൻ്റെ സമ്പത്തുണ്ട്, പക്ഷെ അവൻ ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, അതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ യജിബു അലാ വറസതിഹി, അവൻ്റെ ബന്ധുക്കളിൽപ്പെട്ട അനന്തരാവകാശിൽപ്പെട്ട ആളുകൾ അവൻ്റെ സമ്പത്തിൽ നിന്ന്, ആ കാശിൽ നിന്ന് എടുത്ത് അവർക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കണം. അത് മക്കളോ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടെങ്കിലും അത് നിർവഹിക്കണം എന്നുള്ളതാണ്. മറ്റേത്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഫക്കീറായിട്ടാണ്, ദരിദ്രനായിട്ടാണ് ഒരാൾ മരണപ്പെട്ടത്, അവർക്ക് ഹജ്ജ് ചെയ്യാൻ അവനെ സംബന്ധിച്ച് നിർബന്ധമില്ല. പക്ഷേ തൻ്റെ മക്കൾക്ക് പിന്നീട് സമ്പത്തും കാര്യങ്ങളുണ്ട്, മക്കൾക്ക് തോന്നണം എൻ്റെ ഉമ്മാക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി എനിക്ക് ഉംറ നിർവഹിക്കണം, ഹജ്ജ് നിർവഹിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഇവർക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്രകാരം തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതെങ്ങനെ ചെയ്യാം? ജീവിച്ചിരിക്കുന്ന ആളുകൾ പ്രായമായ വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ, അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് പിന്നീട് അവർ ഉംറ ചെയ്യാൻ പറ്റൂല, അവർക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. ഇനി അത്രയും പ്രായമായിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്, ഇനി ഉമ്മാനും ഉപ്പാനെയും കൊണ്ട് എനിക്ക് മക്കത്തൊന്നും പോയി വരാൻ പറ്റൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട് മക്കൾക്കോ വേറെ ഉള്ള ആളുകൾക്കോ പകരം ഉംറ ചെയ്യാവുന്നതാണ് എന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്മൂ ഫതാവയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അതിൻ്റെ തെളിവുകൾ എന്താ? മരണപ്പെട്ടവർക്ക് ചെയ്യാം എന്നുള്ളതിന് തെളിവാണ് ഒരു ജുഹൈന ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇന്ന ഉമ്മി നദറത് അൻ തഹജ്ജ്, എൻ്റെ ഉമ്മ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫലം തഹജ്ജ ഹത്താ മാതത്, മരിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഉമ്മാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, സാധിച്ചില്ല. ഫഹജ്ജ അൻഹ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി പകരം ഞാൻ ഹജ്ജ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അതെ, ഹുജ്ജി അൻഹ, നീ അവർക്ക് വേണ്ടി, എൻ്റെ മാതാവിന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ ചോദിച്ചു, നിന്റെ ഉമ്മാക്ക് കടമുണ്ട് എന്നുണ്ടെങ്കിൽ നീ ആ കടം വീട്ടാൻ ബാധ്യസ്ഥനല്ലേ? വീട്ടുമല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള കടമാണ് ഇത് ഹജ്ജ് എന്നുള്ളത്, അത് വീട്ടാൻ നീ ഏറ്റവും അവകാശപ്പെട്ടവനാണ് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ഹദീസിൽ കാണാൻ സാധിക്കും. സഹീഹുൽ ബുഖാരിയിലെ 1852 നമ്പർ ഹദീസാണ്.
അതേപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തെളിവാണല്ലോ. അബൂ റസീൻ അൽ ഉഖൈലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബി ഷൈഖുൻ കബീർ, എൻ്റെ പിതാവിന് പ്രായമായിട്ടുണ്ട്, ലാ യസ്തതിഉൽ ഹജ്ജ്, എൻ്റെ ഉപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല, വലൽ ഉംറയും ചെയ്യാൻ പറ്റൂല, വലല്ലാൻ അഥവാ അവർക്ക് യാത്ര ചെയ്യാനും പറ്റൂല, കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറി യാത്ര സവാരിക്കും എൻ്റെ ഉപ്പാക്ക് പരിചയമില്ല, അതിന് സാധിക്കൂല. അപ്പോൾ റസൂലുള്ള നൽകിയ മറുപടി, ഹുജ്ജ അൻ അബീക് വഅ്തമിർ, നീ നിന്റെ ഉപ്പാക്ക് വേണ്ടി ഹജ്ജും ചെയ്യൂ, അതേ പ്രകാരം തന്നെ ഉംറയും ചെയ്യൂ എന്നുള്ളത്. അപ്രകാരം തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജും ഉംറയും ചെയ്യുന്നവർ എന്ത് വേണം, സ്വന്തത്തിന് വേണ്ടി മുമ്പ് ഹജ്ജ് ചെയ്തവരായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നിർബന്ധമായിട്ടുള്ള ഹജ്ജോ ഉംറയോ ഇതിന് മുമ്പ് ചെയ്തവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വേളയിൽ ഒരാൾ പറയുന്നതായി കേൾക്കുകയാണ്, ലബ്ബൈക അൻ ശുബ്രമ, ഞാൻ ശുബ്രമക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്നൊരു സഹാബി പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മൻ ശുബ്രമ, ആരാണ് ഈ ശുബ്രമ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അഹുൻ ലി ഔ ഖരീബുൻ ലി, എൻ്റെ ഒരു സഹോദരൻ അതല്ലെങ്കിൽ എൻ്റെ ഒരു ബന്ധുക്കാരൻ എന്നാണോ മറുപടി അദ്ദേഹം ഇതിലേതൊന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഹജ്ജത അൻ നഫ്സിക്, നിനക്ക് വേണ്ടിയിട്ട് നീ ഹജ്ജ് ചെയ്തോ, നിനക്ക് സ്വന്തമായിട്ട് നീ ചെയ്യേണ്ട കർമ്മമുണ്ട്, അത് നീ നിർവഹിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഖാൽ, അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ റസൂൽ നൽബലി, ഹുജ്ജ അൻ നഫ്സിക്, നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൂ, സുമ്മ ഹുജ്ജ അൻ ശുബ്രമ, പിന്നീട് ശുബ്രമക്ക് വേണ്ടിയിട്ട് നീ ഹജ്ജ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്വന്തം നമ്മുടെ കർമ്മം ആദ്യം നമ്മൾ നിറവേറ്റിയവരായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമ്മൾ സിഫത്തുൽ ഉംറയിലേക്ക് പോവുക. ഉംറയുടെ രൂപം, ഉംറ നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ്. അപ്പോൾ നിർവഹിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ആദ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലിയിട്ട് പുറത്തിറങ്ങുക. അത് എപ്പോഴും ഇപ്പോൾ നിന്നല്ല, എല്ലാ സമയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത്. എന്താണ് ആ പ്രാർത്ഥന? എല്ലാവർക്കും പരിചയമുള്ളതാണ്. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ശേഷമോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു കഴിവുമില്ല എന്ന് സ്വഹീഹായ ഹദീസാണ്. ഈ പ്രാർത്ഥനയുടെ മഹത്വത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. വീട്ടിൽ നിന്നൊരാൾ പുറപ്പെടുമ്പോൾ ആരെങ്കിലും ഇപ്രകാരം പറഞ്ഞാൽ, എങ്ങനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ പറഞ്ഞാൽ, യുഖാലു ഹീന ഇതിൻ, അവനോട് പറയപ്പെടുന്നതാണ്. എന്ത് പറയപ്പെടും? ഹുദീത്, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. വകുഫീത്, നിനക്കിത് മതിയായതാണ്. വവഖീത്, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഫതതനഹ്ഹാ ലഹു ശയാത്തീൻ, അപ്പോൾ പിശാച് അവനെ വിട്ടുപോകുന്നതാണ്. പിശാചുക്കൾ അവന്റെ അടുക്കൽ, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന്റെ അടുക്കൽ പിശാച് നിൽക്കൂല. എന്നിട്ട് ഫയഖൂലു ശൈത്താനുൻ ആഖർ, ഒരു പിശാച് മറ്റേ പിശാചിനോട് പറയും, എന്ത്, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവഖിയ, സന്മാർഗം പ്രാപിച്ചവനും പ്രാപ്തനും സംരക്ഷിക്കപ്പെട്ടവനുമായ ഒരാളെ നീ എങ്ങനെ വഴിതെറ്റിക്കും എന്ന് പിശാച് മറ്റൊരാൾ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണ്ട, അവൻ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ ആളാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതാണ് ഈ പ്രാർത്ഥനയുടെ മഹത്വം. ഇനി യാത്ര പോവുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ദുആ ഉസ്സഫർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 തവണ തക്ബീർ ചൊല്ലുക. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, ഏറ്റവും വലിയവൻ എന്നുള്ള നിലക്ക് 3 തവണ പറഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥന, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഈ വാഹനം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഞങ്ങൾക്കിത് ഒരുക്കുവാൻ കഴിവില്ലായിരുന്നു. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ടോ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ, അല്ലാഹുവേ, ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് പുണ്യവും സൂക്ഷ്മതയും അഥവാ തഖ്വയെക്കുറിച്ചും ഞങ്ങൾ ചോദിക്കുന്നു. വമിനൽ അമലി മാ തർള, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഹ്ദ, അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമുള്ളതാക്കി തരികയും ഞങ്ങളിൽ നിന്ന് ദൂരം ചുരുക്കുകയും ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശേഷം അല്ലാഹുമ്മ അൻത സ്സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹൽ, അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിലെ പകരക്കാരനും നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹൽ, അല്ലാഹുവേ, യാത്രയിലെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങളിൽ നിന്നും ദുഃഖകരമായിട്ടുണ്ടാകുന്ന കാഴ്ചകളിൽ നിന്നും കുടുംബത്തിലും
സമ്പത്തിലും ഉണ്ടാകുന്ന വിഷമകരമായിട്ടുള്ള പരിണിതി ഉണ്ടാകുന്നതിൽ നിന്നും റബ്ബേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥന വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ പ്രാർത്ഥനയാണ് ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ഇനി നമ്മൾ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉംറയ്ക്ക് റുക്നുകളുണ്ട്, വാജിബുകളുണ്ട് നമുക്കറിയാം, അഥവാ അതിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ എന്നുള്ളത്. ഒന്നാമത്തെ കർമ്മം ഇഹ്റാമാണ്. ഒരാൾ ഇഹ്റാം ചെയ്യാതെ ഒരിക്കലും തന്നെ ഉംറക്ക് ഹജ്ജിനോ പ്രവേശിക്കാൻ പറ്റൂല. ഇഹ്റാം ചെയ്യണം എന്നുള്ളത്. എന്താണ് ഇഹ്റാം? കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാമത്തേത് തവാഫ്. ഉംറയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കർമ്മമാണ് തവാഫ്. മൂന്നാമത്തേത് സഅയ്. നാലാമത്തേത് മുടി എടുക്കൽ. ഈ 4 കാര്യങ്ങളും നിർബന്ധമായിട്ടും നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവില്ല, നമ്മുടെ കർമ്മം ശരിയാവുന്നതല്ല. ഇതിൽ 3 ആദ്യം പറഞ്ഞ 3 റുക്നുകളാണ്. ഇഹ്റാമും തവാഫും സഅയും. ഇത് ഉംറന്റെ റുക്നാണ്. റുക്നിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഉംറ പിന്നീട് ഒരിക്കലും ഒന്ന് രണ്ടാമത് ചെയ്യല്ലാതെ വേറൊരു പരിഹാരമല്ല. എന്നാൽ മുടിയെടുക്കുക എന്നുള്ളതും ഇഹ്റാം മീഖാത്തിൽ നിന്നാവുക എന്നുള്ളതും വാജിബിൽപ്പെട്ടതാണ്, നിർബന്ധമാണ്. ഒരാൾ വാജിബ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ അറവ് നടത്തിക്കൊണ്ട് വലിയ അറുത്തുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഉംറയുടെ കർമ്മത്തിൽ നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. ഒന്നാമത്തേത് ഇഹ്റാമിനെ കുറിച്ചാണ്. ഇഹ്റാം എന്നുള്ളത് ഉംറയുടെ കർമ്മങ്ങളിൽ പ്രവേശിക്കുകയും ആ കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ള നിയ്യത്താണ് ഇഹ്റാം. അതല്ലാതെ വസ്ത്രം ധരിക്കൽ ഇഹ്റാമല്ല. അത് ഇഹ്റാമിന്റെ വസ്ത്രം, ഒരാൾ ആ വസ്ത്രം ധരിച്ചു എന്നുള്ളത് മുഹരിമായിട്ടില്ല. അപ്പോൾ ഇഹ്റാം നേരത്തെ പറഞ്ഞതുപോലെ മീഖാത്തിൽ നിന്നായിരിക്കണം. മീഖാത്ത് വഴിയല്ലാതെ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റൂല. എവിടെയെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് ധരിച്ചാണ് പോകാൻ, ഞാൻ ഉംറക്ക് പോകുക എന്ന് പറഞ്ഞാൽ പറ്റില്ല, മീഖാത്തിന്റെ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഈ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് ഞാൻ പറഞ്ഞു മുഹരിം എന്നാണ് പേര്. അത് മനസ്സിലാക്കി വെക്കുക ആമുഖമായിട്ട്. പിന്നെ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ അത് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. മവാഖീത്ത്, മീഖാത്തുകളുണ്ട്. അതിന് മവാഖീത്തുൽ മക്കാനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് കൃത്യമായി ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ മദീനയിലേക്ക്, മദീനക്കാർക്ക് വേണ്ടി ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഷാമുകാർക്ക് ജുഹ്ഫ എന്ന മീഖാത്ത്, നജ്ദുകാർക്ക് ഖർനുൽ മനാസിൽ എന്ന മീഖാത്ത്, വലി അഹ്ലുൽ യമൻ യലംലം, യമനുകാർക്ക് യലംലം എന്ന് പറയുന്ന മീഖാത്ത്. ഇതൊക്കെ നിശ്ചയിച്ച് റസൂലുള്ളാഹി പറഞ്ഞു ഫഹുന്ന ലഹുന്ന, ഇതൊക്കെ അവർക്കും വലിമൻ അത്താ അലൈഹിന്ന, ആ നാട്ടുകാർക്കും അതുവഴി കടന്നു വരുന്നവർക്കും അതുവഴി വിട്ട് കടക്കുന്നവർക്കുമുള്ള മീഖാത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്ക്? ലിമൻ കാന യുരീദുൽ ഹജ്ജ വൽ ഉംറ, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് പോകുന്ന, മക്കയെ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകൾക്ക് ഇതുവഴി പോകുമ്പോൾ അവർ ഇതുവഴി വന്നിട്ട് അവരെ എന്ത് വേണം? ഇഹ്റാമിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. ഫമൻ കാന ദൂനഹുന്ന, ഇനി അതിൻ്റെ ഉൾഭാഗത്തുള്ള മീഖാത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഏതെല്ലാമാണ് മീഖാത്തുകൾ പരിശോധിക്കാം. കഅബയുടെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്നാമത്തെ മീഖാത്താണ് ദുൽഹുലൈഫ. ദുൽഹുലൈഫ എന്നുള്ളത് അബിയാർ അലി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് മദീനക്കാരുടെ മീഖാത്താണ് ദുൽഹുലൈഫ എന്നുള്ളത്. ഹറമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് ഏറ്റവും ദൂരം സ്ഥിതി ചെയ്യുന്ന മീഖാത്ത് ഇതാണ്, മദീന മീഖാത്താണ്. മദീനത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരെ ദുൽഹുലൈഫയിലേക്കുള്ളൂ. എന്നാലോ ഇവിടെ നിന്ന് മക്കയിലേക്ക് 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ദുൽഹുലൈഫ മദീനക്കാരുടെയും അതുവഴി വരുന്നവരുടെയും മീഖാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിച്ചത് ദുൽഹുലൈഫ എന്ന് പറയുന്ന ഈ മീഖാത്തിൽ നിന്നിട്ടാണ്. അതേപ്രകാരം തന്നെ ഖർനുൽ മനാസിൽ, ഇന്ന് സൈലുൽ കബീർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അത് ത്വായിഫിനടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഈ മീഖാത്ത്. മക്കയിൽ നിന്ന് 75 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. മക്കയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീഖാത്തും ഇതാണ്. റിയാദ് ഭാഗത്തു നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ഈ മീഖാത്ത. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളും ഈ സൈലുൽ കബീർ എന്ന് പറയപ്പെടുന്ന ഈ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. വാഹനത്തിൽ പോകുന്ന ആളുകൾ ഈ മീഖാത്തിന്റെ അതിര് വരെ വന്ന് അവിടെ നിന്ന് ഒന്നുകിൽ മീഖാത്തിൽ പ്രവേശിക്കുക, അതല്ലെങ്കിൽ അതിന്റെ അതിർത്തിയിൽ നിന്ന് കണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാലും മതി. നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവരെ വിമാനത്തിൽ നിന്നാണ് ഇഹ്റാമിൽ, അതിനു മുമ്പ് വിമാനത്തിൽ കയറുന്നതിന് മുമ്പേ അവർ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ മീഖാത്തിന്റെ സ്ഥലത്തെത്തുമ്പോൾ വിമാനത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടും. അപ്പോൾ അവിടെ വെച്ചിട്ട് നിയ്യത്ത് വെക്കുക, ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ മീഖാത്ത്. മൂന്നാമത്തെ ദാത്തു ഇറക്ക് അഥവാ ഇറാഖുകാരുടെ അഹ്ലുൽ ഇറാഖുകാരുടെ മീഖാത്താണ് ദാത്തു ഇറക്ക് എന്നുള്ളത്. നാലാമത്തത് ജുഹ്ഫ എന്ന് അറിയപ്പെടും.
ജുഹ്ഫ എന്ന് വെച്ചാൽ റാബഗിനടുത്തുള്ള സ്ഥലമാണ്. അത് അഹ്ലി ഷാമുകാരുടെ മീഖാത്താണ്. അത് 183 കിലോമീറ്റർ ദൂരമാണ്. ദാത്തയർക്ക് 94 കിലോമീറ്റർ ദൂരമുണ്ട് മക്കയിലേക്ക് അവിടുന്ന്. പിന്നെ അടുത്തത് യലംലമാണ്. മുമ്പ് കപ്പൽ വഴി യാത്ര വരുന്നത് കൊണ്ട് ഇന്ത്യക്കാരുടെ മീഖാത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് യലംലമാണ്. കാരണം അതുവഴിയാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇന്ന് വിമാനമാർഗമായതുകൊണ്ട് നമുക്ക് സൈലുൽ കബീർ എന്ന ജിദ്ദയോട് അടുത്തുള്ള ത്വായിഫിൻ്റെ അടുത്തുള്ള മീഖാത്താണ് നമുക്ക് ലഭിക്കുന്നത്. യലംലം 92 കിലോമീറ്റർ ദൂരത്താണ് ഏകദേശം. അപ്പോൾ ഈ 5 മീഖാത്തുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മീഖാത്തായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇതുവഴി വന്നിട്ട് അവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഇനി ഇഹ്റാമിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇഹ്റാമിന് മുമ്പ് ഒന്ന് സുന്നത്തായ കാര്യങ്ങളാണ്. നമ്മൾ നഖം മുറിക്കണം. നഖം മുറിക്കുക എന്നുള്ളത് സുന്നത്ത്. ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷമല്ല, അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മീഖാത്തിലെത്തിയതിനു ശേഷം, അതിനേക്കാൾ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ ആണ് നമുക്ക് ഏറ്റവും സൗകര്യം. രണ്ടാമത്തേത് ഖസ്സു ഷാരിബ് അഥവാ മീശ വെട്ടുക എന്നുള്ളത് ഇഹ്റാമിന് മുമ്പ് സുന്നത്ത. മൂന്നാമത്തേത് ഹൽഖുൽ ആന ഗുഹ്യരോമം കളയുക, ഇതും സുന്നത്താണ്. പിന്നെ നത്ഫുൽ ഇബ്തൊയിൻ കക്ഷരോമം കളയുക, കക്ഷരോമം പറിക്കുക എന്നുള്ളതും സുന്നത്താണ്. പിന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളതും സുന്നത്താണ്, അഞ്ചാമത്തേത്. ആറാമത്തേത് സുഗന്ധം പൂശുക, സുഗന്ധം ഉപയോഗിക്കുക. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ സുഗന്ധം ഉപയോഗിക്കുക എന്ന്. കുളി കഴിഞ്ഞതിന് ശേഷം വസ്ത്രം ധരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നമുക്ക് സുഗന്ധം ഉപയോഗിക്കാം. പിന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ഈ 7 കാര്യങ്ങൾ നമ്മൾ ഇഹ്റാമിൻ്റെ മുമ്പ് ചെയ്തിരിക്കേണ്ട, അഥവാ നിയ്യത്ത് വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്തിരിക്കേണ്ട സുന്നത്തുകളാണ്. ഇത് ഇഹ്റാമിന് വേണ്ടി മാത്രമല്ല കേട്ടോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസു മിനൽ ഫിത്ര, 5 ഫിത്രത്തിന്റെ ശുദ്ധപ്രകൃതിയുടെ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ 5 കാര്യങ്ങളാണ്. ഒന്ന് ചേലാകർമ്മം നടത്തൽ, പിന്നെ ഗുഹ്യരോമം കളയൽ, നഖം വെട്ടൽ, കക്ഷരോമം പറിക്കൽ, മീശ വെട്ടൽ. ഈ 5 കാര്യങ്ങളും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വഖ്തലന ഫീ ഖസ്സി ശാരിബ് വതഖലീമിൽ അൾഫാർ വനത്ഫിൽ ഇബ്ത് വഹൽഖൽ ആന. മീശ വെട്ടുന്നതിലും നഖം വെട്ടുന്നതിലും കക്ഷരോമം പറിക്കുന്നതിലും ഗുഹ്യരോമം കളയുന്നതിലും അല്ലാ നത്രുക അക്സറ മിൻ 40 ലൈല, 40 ദിവസത്തിൽ കൂടുതൽ അത് നിങ്ങൾ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മാസത്തിലൊരിക്കൽ മാസം നമ്മൾ നിർവഹിക്കേണ്ട ഒരു സുന്നത്തായ കർമ്മം കൂടിയാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കുക, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ വെളുത്തതും വൃത്തിയുള്ളതുമായ ഒരു തുണിയും മേൽമുണ്ട ധരിക്കും. 2 വസ്ത്രം മാത്രം. ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള 2 വെളുത്ത വസ്ത്രം മാത്രമാണ് പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ വസ്ത്രമായിട്ടുള്ളത്. സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാത്ത രീതിയിലുള്ള ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ധരിക്കാവുന്നതാണ്. എന്നാൽ പാടില്ലാത്തത് നിഖാബ് ധരിക്കാൻ പാടില്ല, കയ്യുറ ധരിക്കാൻ പാടില്ല. സ്ത്രീകൾ നിഖാബും കയ്യുറയും സ്ത്രീകൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ഇനി ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാർ ഇഹ്റാമിലായിരിക്കെ ഷർട്ട് ധരിക്കരുത്, പാൻറ് ധരിക്കരുത്, ബനിയൻ ധരിക്കരുത്, ജഡ്ഡി ധരിക്കരുത്, തൊപ്പി ധരിക്കാൻ പാടുള്ളതല്ല, തലപ്പാവ് വേറെ ധരിക്കാൻ പാടുള്ളതല്ല, ഷൂ ധരിക്കാൻ പാടുള്ളതല്ല, സോക്സ് ധരിക്കാൻ പാടുള്ളതല്ല. അഥവാ തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും തന്നെ പുരുഷന്മാർ ധരിക്കാൻ പാടുള്ളതല്ല. അടിവസ്ത്രങ്ങളൊന്നും പാടില്ല എന്നർത്ഥം. എന്നാലോ നമുക്ക് വാച്ച് ഉപയോഗിക്കാം, മോതിരം ഉപയോഗിക്കാം, കണ്ണട ഉപയോഗിക്കാം, ബെൽറ്റ്, ഇഹ്റാമിന് വേണ്ടി ബെൽറ്റ് ഉപയോഗിക്കാം, ചെരുപ്പ് ധരിക്കാം, പേസ് ഉപയോഗിക്കാം, കുട ചൂടാം. തല മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുട ചൂടുമ്പോൾ തല മറക്കലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വിരോധമില്ല. ഇനി മീഖാത്തിലെത്തിക്കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് കുളിക്കാത്തവരാണെങ്കിൽ ഇഹ്റാമിന് വേണ്ടി കുളിച്ചുള്ള മീഖാത്തിലെത്തി വന്നിട്ട് അവിടെ കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ മീഖാത്തുകളിലുണ്ട്, ഇഷ്ടംപോലെ ബാത്റൂമുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇഹ്റാമിന് വേണ്ടിയിട്ട് കുളിച്ച് സുഗന്ധം പൂശിയ ശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ഈ വസ്ത്രം ധരിക്കുന്നത് വീട്ടിൽ നിന്ന് ഒരാൾക്ക് ധരിച്ചു വരാം. ദൂരെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ നല്ലത് അടുത്തൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വസ്ത്രം ധരിച്ചു വരാം. നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ എയർപോർട്ടിനാണ് ഹജ്ജ് ഹൗസിൽ നിന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചിട്ടാണ് വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ട് കുളിച്ച് സുഗന്ധം ഉപയോഗിക്കാം. അത്ര ഉപയോഗിക്കുമ്പോൾ ഒന്ന് തലയിൽ, താടിയിൽ, ഇതൊക്കെ ശരീരത്തിൽ ഒക്കെ പൂശാം. വസ്ത്രത്തിൽ സുഗന്ധം പൂശൽ നമുക്കൊക്കെ പതിവുള്ളത് വസ്ത്രത്തിൽ സുഗന്ധം പൂശുന്നതാണ്. അതല്ല, ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നമ്മൾ സുഗന്ധം ഉപയോഗിക്കരുത്. അതിനു മുമ്പ് നമ്മുടെ ശരീരത്തിലും കൈത്തൊക്കിലും മുടിയിലും താടിയിലൊക്കെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കുക. പിന്നെ അപ്പോൾ കുളിച്ച് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച ശേഷം അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്
ഇഹ്റാമിന് പ്രത്യേകം ഒരു നമസ്കാരമല്ല. അവിടെ നമ്മൾ ആ സമയത്ത് അവിടെ ഒരു പള്ളി ഉണ്ടാവാം, ആ പള്ളിയിൽ നമുക്ക് അവിടെ ഫർള് നമസ്കാരം നടക്കുകയാണെങ്കിൽ നമുക്ക് നിസ്കാരം നിർവഹിക്കാം. അതല്ല നമ്മൾ ഫർള് നമസ്കരിക്കാൻ ബാക്കിയുണ്ട്, ഇഹ്റാമിന് ശേഷം നമുക്ക് ആ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചിട്ട് പോയിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫർള് നമസ്കാരം നിർവഹിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമസ്കരിക്കാൻ ആഗ്രഹമുള്ളവർ വുളൂവിന് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോൾ വുളൂ ചെയ്താലും 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കാറുണ്ടായിരുന്നു. അതല്ലാതെ ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഹ്റാം ചെയ്ത കാരണത്താൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ള നമസ്കാരം ഇല്ല എന്നുള്ളതാ. ഇഹ്റാമിന് പ്രത്യേകം നമസ്കാരമില്ല. വുളൂവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് റസൂൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമായി പറഞ്ഞതാണ്. ഒരു 3-4 ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബിലാലെ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കാണുകയുണ്ടായി, അഥവാ സ്വർഗത്തിൽ നിന്റെ ചെരുപ്പടി കാലടി ശബ്ദം ഞാൻ കേട്ടു. റസൂലുള്ളാഹി സ്വർഗം കാണിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ അറിയാം. അപ്പോൾ എന്താണ് ഇനി സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഉതകുന്ന വിധം ചെയ്ത ഏറ്റവും വളരെ മഹത്തായ പ്രതിഫലം എന്താ ഇതിന് കാരണം എന്ന് ചോദിച്ചു. ബിലാൽ പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വല്ലാത്ത അമലുകളൊന്നും ചെയ്തിട്ടില്ല, രാത്രിയാവട്ടെ പകലാവട്ടെ എപ്പോൾ ഞാൻ ശുദ്ധിയാകുന്നോ ഇല്ല സൊല്ലേത്തു ബിദാലിക തുഹ്രി മാ കുതിബ ലി അൻ ഉസല്ലി, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാതെ ഞാൻ ഇരുന്നിട്ടില്ല. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബിമ സബഖ്തനി ഇലൽ ജന്ന, നീ എൻ്റെ മുന്നേ നീ സ്വർഗത്ത് പോകുന്നത് ഞാൻ കണ്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ എപ്പോൾ വുളൂ ചെയ്താലും എനിക്ക് നിർവഹിക്കുവാൻ നിശ്ചയിക്കപ്പെട്ട 2 റക്അത്ത് ഞാൻ നിർവഹിക്കാതിരുന്നിട്ടില്ല എന്നുള്ളത്. അതുമൂലമാണ് എന്ന് റസൂൽ ബിഹ, അതെ, അതുകൊണ്ടാണ് അപ്പോൾ നീ സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ ആരെങ്കിലും ഞാൻ വുളൂ ചെയ്തതുപോലെ വുളൂ ചെയ്താൽ റസൂൽ പറയാം, എന്നിട്ട് സുമ്മ സ്വല്ലാ റക്അത്തൈൻ, അതിനുശേഷം 2 റക്അത്ത് നിർവഹിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നുള്ളത്. അപ്രകാരം തന്നെ ഇല്ല വജബത്ത് ലഹുൽ ജന്ന, അവസാനത്തെ ഹദീസിൽ ആരെങ്കിലും വുളൂ ചെയ്യുകയും എന്നിട്ട് അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമായി തീർന്നു. വളരെ മഹത്വമുള്ള കാര്യമാണ്. അത് സൂചിപ്പിച്ചത് ഉംറയുടെ കർമ്മത്തിൽ സൂചിപ്പിക്കേണ്ടതല്ല, മറിച്ച് ഈ വിഷയം വന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റിയ ഒരു പ്രവർത്തനമാണ് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇഹ്റാമിൻ്റെ വേണ്ടി കുളിച്ചു, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു, നിസ്കരിക്കാനുള്ള ഒരു നമസ്കാരം നിർവഹിച്ചു, എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരെ വാഹനത്തിൽ കയറി. നമ്മുടെ വാഹനത്തിൽ കയറി ആ വാഹനം പുറപ്പെടാൻ തുടങ്ങുമ്പോൾ റസൂൽ തൻ്റെ കസ്വ എന്ന തൻ്റെ വാഹനപ്പുറത്ത് കയറി അത് ചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൻ്റെ നിയ്യത്ത് വെച്ചത്. എന്താണ് നിയ്യത്ത്? വളരെ സിമ്പിളാ. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലാഹുവേ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ നിന്റെ വിളിക്ക് ഉത്തരം നൽകി വന്നിരിക്കുന്നു, ഉംറത്തൻ, ഉംറക്ക് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. വീണ്ടും അതല്ലെങ്കിൽ മറ്റൊരു പദം ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നുകിൽ അല്ലാഹുമ്മ ലബ്ബൈക്ക് ഉംറത്തൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയാം. നിയ്യത്തിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിബന്ധന, ഒരു ഷർത്ത് വെക്കുന്നത് നല്ലതാണ്. എന്താണ്? തൻ്റെ കർമ്മങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ, ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വല്ല രോഗമോ മറ്റു കാര്യങ്ങളോ ആക്സിഡൻറ്റോ മറ്റോ കാര്യങ്ങളൊക്കെ തടസ്സമായി തീരും, നമുക്കത് നിർവഹിക്കുവാൻ സാധിക്കൂല എന്ന് ഭയമുള്ള ആളുകളുണ്ടെങ്കിൽ അപ്പോൾ നിയ്യത്തിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പദം പറയുന്നത് നല്ലതാണ്. എന്താണ്? വ ഇൻ ഹബസനി ഹാബിസുൻ ഫമഹില്ലി ഹൈതു ഹബസ്തനി, എൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വല്ല തടസ്സവും റബ്ബെ ഉണ്ടായാൽ റബ്ബെ നീ തടഞ്ഞിടത്ത് വെച്ച് ഞാൻ എൻ്റെ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതാണ് എന്നുള്ളത്. കാരണം എന്താ, ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ആ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ അവന് പ്രായശ്ചിത്തം നൽകണം, ബലിയെടുക്കണം. പക്ഷേ ഇങ്ങനെ ഒരാൾ നിബന്ധന വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ എന്താണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില മറ്റു കാര്യങ്ങൾ കൂടി. കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് ഉംറയും കാര്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ട്. ഹജ്ജും ഉംറയും നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അവർ മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അതല്ലെങ്കിൽ മാതാപിതാക്കൾ, പറയാൻ സാധിക്കാത്ത കുട്ടികളാണെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പറയുക. അതേപ്രകാരം മരണപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവർ നിയ്യത്തിനോടൊപ്പം ആ മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറയുക. അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞ് ലി അബീനോ, എൻ്റെ ഉപ്പാക്ക് എന്നോ, ലി മുഹമ്മദ്, അങ്ങനെ ആർക്കാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് പറയുക. ഇനി ഏൽപ്പിക്കപ്പെട്ടതാണ്, വേറൊരാളെ ഏൽപ്പിച്ചതാണ്, ഇന്ന വ്യക്തിക്ക് പോയി ഇനി ഉംറ ചെയ്യട്ടോ എന്ന് പറഞ്ഞ ഒരാളെ കാശൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണെങ്കിൽ അവരുടെ പേര് പറയുകയാണ് ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം വേണ്ടത്. അവിടെ നേരത്തെ പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾ നമ്മൾ സ്വന്തത്തിന് വേണ്ടി
തൻ്റെ നിർബന്ധ ഉംറ ആദ്യം ചെയ്ത ആളുകളായിരിക്കണം തൻ്റെ മറ്റുള്ളവർക്ക് വേണ്ടി ഉംറ ചെയ്യേണ്ടത്. പിന്നെ ഇഹ്റാമിലെ നിയ്യത്ത് എന്നുള്ളത് അത് നമുക്ക് നാവ് കൊണ്ട് ഉച്ചരിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിലും ഉംറക്കും ബലിയെറുക്കുമ്പോൾ മാത്രമേ നിയ്യത്ത് പറഞ്ഞതായിട്ട് സഹാബികൾ കേട്ടിട്ടുള്ളൂ. നമസ്കാരത്തിലോ നോമ്പിനോ ഒന്നും തന്നെ നിയ്യത്ത് ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ ഉച്ചരിച്ച് ചൊല്ലിപ്പറയുന്ന സമ്പ്രദായം റസൂലുള്ളാഹിക്കോ സഹാബത്തിനോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഉറക്കെ തന്നെ പറയുകയാണ് വേണ്ടത്. ഇനി നമ്മൾ വാഹനത്തിൽ കയറി വാഹനം ചലിക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ച് നിയ്യത്ത് വെച്ച് മുഹ്രിമായി, ഇതോടുകൂടി ഇഹ്റാമിൽ പ്രവേശിച്ചു. എന്നിട്ട് ചെയ്യേണ്ടത് എന്താ? മക്കയിലെത്തുന്നത് വരെ അഥവാ തവാഫ് ആരംഭിക്കുന്നത് വരെ നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്താ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പദങ്ങളാണ്. അറിയാത്ത ആളുകളാണെങ്കിൽ അത് മനഃപ്പാടമാക്കി വെക്കുക ഉംറക്ക് പോകുന്നതിന് മുമ്പ്. എന്താ? അള്ളാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു. വീണ്ടും നിന്റെ റബ്ബി വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്ന റബ്ബേ. ലാ ശരീക ലക്. റബ്ബേ, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല, യാതൊരു പങ്കുകാരനുമില്ല. എല്ലാ സ്തുതിയും അനുഗ്രഹവും രാജാധികാരവും ഒക്കെ റബ്ബേ നിന്റേതാണ്. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. തൗഹീദിന്റെ വാക്യങ്ങളാണത്. അള്ളാഹുവാണ് ഏകനെന്നും ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും ആ റബ്ബിനോടൊപ്പം മറ്റൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നുമുള്ള തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജും ഉംറയും എന്നുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. എനിക്ക് എൻ്റെ റബ്ബ് മാത്രം മതി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലബ്ബൈക്കയിലൂടെ ഒരു വിശ്വാസം ചെയ്യുന്നത്. പുരുഷന്മാർ ഇത് ശബ്ദം ഉയർത്തി ചൊല്ലുന്നതാണ് സുന്നത്ത്, ഉറക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്ത്രീകൾ തെൽബിയത്തോ മറ്റു ദിക്റുകളോ തന്നെ ഒന്നും ശബ്ദം ഉയർത്തി ചൊല്ലാൻ പാടുള്ളതല്ല എന്നുകൂടി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് അത്താനി ജിബ്രീൽ ഫഖാലലി, ജിബ്രീൽ വന്നു എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക അൻ തഅ്മുറ അസ്ഹാബക, നിന്റെ ആളുകളോട്, നിന്റെ കൂടെയുള്ള ഹജ്ജിന് വന്നിട്ടുള്ള ആളുകളോട് അയ്യർഫഉ അസ്വാതഹും, അവരുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി ഉറക്കെ തൽബിയത്ത് കൊണ്ട് അവരുടെ ശബ്ദം ഉയർത്താൻ വേണ്ടി പറയൂ എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ജിബ്രീൽ വന്ന് നബിയോട് പറയുകയുണ്ടായി. അപ്പോൾ അത് ഉംറയിലും നമ്മൾ എന്ത് ചെയ്യും? തൽബിയത്ത് ഉറക്കെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ തൽബിയത്ത് ചൊല്ലി നേരെ വന്ന് ഒന്നുകിൽ റൂമിലേക്കായിരിക്കും പോകുന്നതെങ്കിൽ റൂമിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവരും ഹറമിലേക്ക് പോകും. അതല്ല നേരിട്ട് ഹറമിലേക്ക് പോകുന്നവരായിരിക്കാം. എങ്ങനെ ആയിരുന്നാലും നേരിട്ട് നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പോവുകയാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ മറ്റു പള്ളികളിൽ പ്രവേശിക്കുന്നത് പോലെ തന്നെയാണ് വലതുകാൽ മുന്തിച്ച് പ്രവേശിക്കുക. എന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കണം. എന്താണ്? ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. എന്നിട്ടോ അഊദു ബില്ലാഹിൽ അളീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം. ഈ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഇതിന് റിപ്പോർട്ട് വന്ന ചെറിയ പദവ്യത്യാസങ്ങൾ വന്നിട്ടുള്ള പ്രാർത്ഥന ഉണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നെങ്കിലും പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലുക. ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തവാഫ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പിന്നെ തഹിയ്യത്ത് നമസ്കാരം വേണ്ടതില്ല. സാധാരണ മറ്റു പള്ളിയിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ പള്ളിയിൽ കയറിയ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കാതെ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച ആളുകൾ അവിടെ നമസ്കാരം ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നമസ്കാരം നിർവഹിക്കാനുണ്ടെങ്കിൽ അത് പോയി നിർവഹിക്കുക, എന്നിട്ട് തവാഫിന് പോകുക. അതല്ല മറ്റു നമസ്കാരങ്ങൾ നിർവഹിക്കാനൊന്നുമില്ല എങ്കിൽ പിന്നെ അവിടെ തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കാൻ പോകേണ്ടതില്ല. നേരിട്ട് ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തവാഫ് തന്നെയാണ് അവിടുത്തെ തഹിയ്യത്ത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇഹ്റാമിനെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് തവാഫാണ്. തവാഫ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ കഅബയുടെ ചുറ്റും വലയം ചെയ്യുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഅബ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഒന്ന് റുക്നുൽ യമാനി എന്ന് പറയുന്ന മൂലയാണത്. റുക്നുൽ യമാനി. ഈ റുക്നുൽ യമാനി നമ്മുടെ തവാഫിൽ നമുക്ക് ആവശ്യം വരും, അത് ശ്രദ്ധിക്കുക. ഇനി അവിടെ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, പ്രത്യേകം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. അതേ പ്രകാരം റുക്നുൽ ഷാമി എന്നറിയപ്പെടുന്ന മൂലയാണ് അതിനപ്പുറത്തുള്ള മൂല. അപ്രകാരം തന്നെ റുക്നുൽ ഇറാഖിയാണ് തൊട്ടടുത്തുള്ളത്. പിന്നെ
ഹജറുൽ അസ്വദിന്റെ മൂലം നമുക്ക് ഏറ്റവും എല്ലാവർക്കും പരിചയമുള്ളതാണ് ഹജറുൽ അസ്വദ്. റുക്കുനുൽ അസ്വദ് എന്ന് പറയും, അതല്ലെങ്കിൽ ഹജറുൽ അസ്വദ് എന്നുള്ളത്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടിട്ടുള്ള കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് നമുക്ക് ചരിത്രം വായിച്ചവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ഹജറുൽ അസ്വദാണ്. അപ്രകാരം തന്നെ അതിന് പുറത്തുള്ളത് ഈ മഖാമു ഇബ്രാഹിം നബി നിന്ന സ്ഥലം എന്നുള്ളതാണ്. അത് കാബയോട് നിന്ന് അല്പം മാറിയിട്ട് അവിടെ ഒരു ഗ്ലാസിനകത്ത് ഇപ്പോഴും വെച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും. അപ്രകാരം തന്നെ ഹിജ്ർ എന്നാണ് ഹദീസിലൊക്കെ വന്നിട്ടുള്ള പദം. ഇസ്മായിൽ നബിയുടെ കല്ല് എന്നുള്ളത് കാബ പുതുക്കി പണിത സമയത്ത് ആ കല്ല് കാബയിൽ ഉൾപ്പെടുത്താനുള്ള സാമ്പത്തിക സ്ഥിതി അവർക്കില്ലാത്ത സമയത്തായിരുന്നു ആ കല്ല് കാബയ്ക്ക് പുറത്തു വെച്ചത് എന്നുള്ളത്. അതിൻ്റെ ചരിത്രങ്ങൾ പറയാൻ ഇപ്പോൾ സമയം ഉചിതമല്ല. അപ്പോൾ ഇത് ഹിജ്ർ ഇസ്മായിലാണ്. അപ്പോൾ കാബയുടെ ഉള്ളിൽപ്പെട്ട ഭാഗമാണ് എന്നാണ് ഹിജ്ർ ഇസ്മായിലിനെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് ബാബുൽ കാബയാണ്. കാബയുടെ വാതിലാണ് ഈ കാണുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. അതിന് മുൽത്തസം എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ് എന്നൊക്കെ ഹദീസിലുണ്ട്. പിന്നെ ഇത് കാബയുടെ കർട്ടനാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതാണ് കാബയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി അതിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. തവാഫ് ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തവാഫിന് വുളു ഷർത്താണ്. വുളു ഉണ്ടായിരിക്കണം. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ഏറ്റവും പ്രബലമായ അഭിപ്രായം തവാഫ് ചെയ്യുമ്പോൾ അവന് വുളു ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുക, വുളു ഉണ്ടായിരിക്കുക. ഈ വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തവാഫ് ബിൽ ബൈത്തി സ്വലാത്തുൻ. റസൂലുള്ളാഹി പറഞ്ഞതാ, കഅബയിൽ തവാഫ് ചെയ്യുക എന്നുള്ളത് നമസ്കാരത്തെ പോലെയാണ്. എന്താ വ്യത്യാസം? ഇല്ലാ അന്നക്കും തതകല്ലമൂന ഫീഹി. നമസ്കാരത്തിൽ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, പക്ഷേ തവാഫിൽ നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയേണ്ടതുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ വുളുവും നമസ്കാരത്തിനുള്ളത് പോലെ തന്നെ തവാഫിനും വേണം എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീത്തിൽ നിന്ന് വിശദീകരിക്കുന്നത്. അപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീത്തിൽ ലമ്മ അറാദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യതൂഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ തവല്ലഅ, വുളു ചെയ്തു. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതേ പ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഹൈള് ഉണ്ടായ സമയത്ത്, മെൻസസ് ഉണ്ടായ സമയത്ത് ആയിഷയോട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഇഫ്അലി മാ യഫ്അലുൽ ഹാജ്. ഹാജിമാര് നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ. അറഫയിൽ നിൽക്കല്, മറ്റു കാര്യങ്ങൾ, സായി കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഗൈറ അല്ലാ തതൂഫി ബിൽ ബൈത്ത് ഹത്താ തത്ഹരി. ശുദ്ധിയാകുന്നത് വരെ നീ കഅബയിൽ തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഇനി തവാഫ് ആരംഭിക്കാൻ പോവുക. ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ പുരുഷന്മാർ ഇൽത്തിബാ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർ അവരുടെ വലത് ചുമല് പുറത്ത് കാണിക്കുന്ന രീതിയിൽ അവരുടെ മേൽവസ്ത്രം, മേൽമുണ്ട് ധരിക്കണം എന്നുള്ളതാണ്. ആ കക്ഷത്തിന് അടിയിലൂടെ നമ്മൾ മേൽമുണ്ട് ധരിക്കുക. ഇത് തവാഫ് അവസാനിക്കുന്നത് വരെ ആണ് ഉണ്ടാവേണ്ടിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും മീക്കാത്തിൽ വെച്ച് തന്നെ ഇങ്ങനെ പിൻ ചെയ്താണ്ട് വരും. അതിൻ്റെ ആവശ്യമില്ല. ഇത് തവാഫ് ആരംഭിക്കാൻ, നമ്മൾ മതാഫിലേക്ക് എത്തി തവാഫ് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ വെച്ചു, തവാഫ് കഴിഞ്ഞ ഉടനെ തിരിച്ച് നേരെയാക്കിയിടാം. തവാഫിന് ശേഷം നമസ്കാരം ഉണ്ട്, അതിന് മുന്നേ തന്നെ നമ്മളിത് നേരെയാക്കിയിടണം. എന്നിട്ടോ അപ്പോൾ പുരുഷന്മാരിത് നിർവഹിച്ചതിന് ശേഷം കഅബയുടെ നേരെ ചെന്ന് കഅബയെ തൻ്റെ ഇടത് ഭാഗത്താക്കിയിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. കഅബ നമ്മുടെ ഇടത് ഭാഗത്താണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് അവിടെ നടക്കാറുള്ളൂ. ഓപ്പോസിറ്റ് ഏതായാലും ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് അത് മാറിപ്പോകില്ല. എന്നിട്ടോ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അപ്പോൾ നേരത്തെ കഅബയുടെ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ ഹജറുൽ അസ്വദിന്റെ മൂല, കഅബയുടെ ഈ വാതിലിന് തൊട്ടടുത്തുള്ള മൂല, ആ വ്യക്തി നിൽക്കുന്ന ഭാഗമുണ്ട്, അതാണ് ഹജറുൽ അസ്വദിന്റെ മൂല. അത് മനസ്സിലാക്കാൻ ഹറമിൽ ഹജറുൽ അസ്വദിന്റെ മൂല എത്തിയെന്ന് മനസ്സിലാക്കാൻ ഹറമിന്റെ ചുമരിൽ പിന്നെ ഒരു പച്ച ട്യൂബ് കൂടി കൊടുത്തിട്ടുണ്ട്, അതിനെ നേരെ എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അടയാളമായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് തവാഫ് ആരംഭിക്കണം. കഅബ കാണുമ്പോൾ പല ആളുകളും പ്രത്യേക ദുആ ചൊല്ലാറുണ്ട്. അത് ഹദീസിൽ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ കണ്ടപ്പോൾ ഇന്ന ദുആ ചൊല്ലി എന്നുള്ള നിലയ്ക്ക് സ്വഹീഹായ ഒരു ഹദീസിലുമില്ല. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും ബുക്കിലൊക്കെ അച്ചടിച്ച് വന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്, കഅബ കാണുമ്പോൾ ഇന്നത് ചൊല്ലണം എന്നുള്ളത്. അങ്ങനെ ഹദീസിലില്ല എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി വീണ്ടും അവിടെ തന്നെ അവസാനിക്കുന്ന, ഈ ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് തുടങ്ങി വീണ്ടും അവിടെ തന്നെ അവസാനിക്കുന്ന ഒരു ചുറ്റലിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്, ഒരു ചുറ്റൽ എന്ന് പറയുന്നത്, ഒരു ഷൗത്ത്. അത് വീണ്ടും അവിടെ എത്തുമ്പോൾ 2, 3 അങ്ങനെ 7 പൂർത്തിയാക്കുകയാണ്
ചെയ്യേണ്ടത്. ഇതാണ് 7 ചുറ്റലുകൾ. പക്ഷേ ഇവിടെ ഹിജ്ർ ഇസ്മായിൽ കണ്ടല്ലോ, ഈ ഹിജ്ർ ഇസ്മായിലിന്റെ നേരത്തെ പറഞ്ഞല്ലോ അത് കാബയിൽ ഉൾപ്പെട്ടതാണെന്നാണല്ലോ. അപ്പൊ അതിന്റെ പുറത്തുകൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ തവാഫ് നടക്കേണ്ടത്. അതിന്റെ ഉള്ളിൽ കൂടി നമ്മൾ തവാഫ് ചെയ്യാൻ പാടുള്ളതല്ല ഹിജ്ർ ഇസ്മായിലിന്റെ. കാരണം അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് ചിലപ്പോൾ നമസ്കരിക്കാനൊക്കെ അവിടെ തുറന്നു കൊടുക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമസ്കരിച്ചാൽ കാബക്കകത്ത് നമസ്കരിച്ച് കൂലി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പുറത്താക്കിയിട്ട് ഇവിടെയാണ് നമ്മൾ തവാഫ് ആരംഭിക്കേണ്ടത്, നടത്തേണ്ടത്. അതിൻ്റെ ഭാഗമാണ് കാണുന്നത്. കണ്ടല്ലോ, ഹിജ്ർ ഇസ്മായിൽ ചില സമയത്ത് അവിടെ ആരെയും പ്രവേശിപ്പിക്കുക, ചില സമയത്ത് ഓപ്പണാക്കി കൊടുക്കും, ഒക്കെ ചെയ്യണം. അതിൻ്റെ രൂപമാണ് ഇവിടെ ഫോട്ടോയിൽ കാണുന്നത്. പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹജറുൽ അസ്വദ് നമ്മൾ ആദ്യമായി ഹജറുൽ അസ്വദ് ചുംബിക്കുകയാണ് വേണ്ടത്. 3 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, 3 കാര്യം ചെയ്യാനുള്ളത്. ഒന്നാമത്തത്, നമ്മളെ വലത് കൈ കൊണ്ട് ഹജറുൽ അസ്വദിനെ തൊടുകയും എന്നിട്ട് ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയും ചെയ്യുക. അതിന് പറ്റിയില്ലെങ്കിൽ കൈ കൊണ്ട് തടവുക. ഹജറുൽ അസ്വദിനെ കൈ കൊണ്ട് തടവിയിട്ട് ആ കൈ ചുംബിക്കുക. റസൂൽ തൻ്റെ വടി കൊണ്ട് ഹജറുൽ അസ്വദിനെ തൊട്ടിട്ട് ആ വടി ചുംബിച്ചതായിട്ട് ഹദീസിലുണ്ട്. മൂന്നാമത്തത്, ഇനി അതിനും നമുക്ക് പറ്റിയില്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല, നമ്മൾ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുക. നമ്മുടെ കൈ ഒരു എത്ര ദൂരത്തെന്നാണെങ്കിലും ആ ഹജറുൽ അസ്വദിനെ എന്ത് ചെയ്യുക, ആംഗ്യം കാണിക്കുക. അപ്പോൾ എന്ത് വേണം, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുക ആംഗ്യം കാണിക്കുമ്പോൾ. എന്നാൽ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ ചുംബിക്കേണ്ടതില്ല. തൊട്ട് കഴിഞ്ഞാലും ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൈ ചുംബിക്കേണ്ടത്. അല്ലാതെ ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേക ആക്ഷനുകളോ കാര്യങ്ങളോ കൈ ചുംബിക്കലോ ഒന്നും വേണ്ടതില്ല. അവിടെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയാം. അതും വലത് കൈ പൊക്കിയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാം. പല ആളുകളും 2 കൈകളും കൂടി പൊക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഹദീസിൽ വന്നിട്ടില്ല. എന്നാലോ അവിടെ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വിധം തിരക്കുണ്ടാക്കാൻ വേണ്ടി പോകരുത്. നിർബന്ധമായൊരു കാര്യമൊന്നുമല്ല, സാധിക്കുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു സുന്നത്തായ കർമ്മമാണ്. കണ്ടോ, വളരെ വലിയ തിരക്കുണ്ടാകാം. പലപ്പോഴും അതുമൂലം മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. സൗകര്യമുണ്ട്, പ്രത്യേകിച്ച് ഹജ്ജിലൊന്നും ഏതായാലും കിട്ടില്ല. സീസൺ അല്ലാത്ത സമയങ്ങൾ, കാബ കാലിയായിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 50-100 ആളുകൾ തവാഫ് ചെയ്യാനുണ്ടായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹജ്ജിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമൊക്കെ. അപ്പോഴൊക്കെ ആളുകൾക്കത് സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന വേളയിൽ ഇപ്രകാരം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഖബ്ബിലുക, ഞാൻ നിന്നെ ചുംബിക്കുന്നത്, വ ഇന്നി അഅലമു അന്നക ഹജർ, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, വ അന്നക ലാ തദുറു വലാ തൻഫഉ, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഈ കല്ലിന് സാധിക്കുകയില്ല എന്നറിയാം. എന്നിട്ട് പറഞ്ഞു, വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബലക് മാ ഖബ്ബൽതുക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെയുള്ള സഹാബികളെ കൂടി കേൾപ്പിക്കാണ്. എന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു കല്ലിന് ചുംബിക്കുക എന്നുള്ളത് ഒരിക്കലും അവിടെ ഒരു ബിംബാരാധനയോട് ഓർമ്മപ്പെടുത്താൻ പാടുള്ളതല്ല. ഒരു കല്ലിനെ ആരാധിക്കുന്നു മുസ്ലിമുകൾ എന്ന് പറയാൻ പാടുള്ളതല്ല. ആ കല്ലിനെ ചുംബിച്ചത് കൊണ്ട് ആ കല്ല് നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നതല്ല എന്നുള്ള വിശ്വാസം കൂടി നമ്മൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്തിനെ പിൻപറ്റൽ മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹജറുൽ അസ്വദ് ചുംബിച്ചു. ഇനി തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ പുരുഷന്മാർ റംല് നടക്കുക എന്നുള്ളതാണ്. റംലിന്റെ രൂപത്തിൽ, അഥവാ കാലടികൾ അടുപ്പിച്ച് വേഗത്തിൽ നടക്കുന്നതിനാണ് റംല് എന്ന് പറയുന്നത്. സാധാരണ നടത്തുന്നതിനേക്കാൾ ഒന്ന് സ്പീഡാക്കി നടക്കുക. അത് അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു സുന്നത്താണ്. നല്ല തിരക്കാണെങ്കിൽ അതിനും പറ്റില്ല, അപ്പോൾ അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇൽത്തിബാഹ് ചെയ്തിട്ടുണ്ട് നമ്മൾ, അഥവാ വലത് ചുമല് പുറത്താക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആരംഭിച്ചു. നമ്മൾ പറഞ്ഞതാ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ റുക്നുൽ യമാനി ഉണ്ടല്ലോ, ഈ റുക്നുൽ യമാനിയുടെ ഭാഗത്ത് എത്തുമ്പോൾ ആ റുക്നുൽ യമാനി എന്ത് ചെയ്യാം, തൊടുക, ഒന്ന് തടവുക മാത്രമാണ് സുന്നത്തുള്ളത്. അവിടെ ചുംബിക്കലില്ല. ഹജറുൽ അസ്വദ് ചെയ്തതുപോലെ ചുംബിച്ചതിന് ശേഷം പിന്നെ ആ കൈ ചുംബിക്കേണ്ടതില്ല. അവിടെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കേണ്ടതില്ല, വേറൊന്നും ചൊല്ലേണ്ടതില്ല, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയേണ്ടതില്ല. എത്ര മാത്രമേ അവിടെ പറ്റുമെങ്കിൽ അതുകൊണ്ട് തടവിൽ മാത്രമേ സുന്നത്തുള്ളൂ. ഇതാണ് റുക്നുൽ യമാനി. കഅബയുടെ ഹജറുൽ അസ്വദും റുക്നുൽ യമാനി അല്ലാതെ മറ്റു ഒരു മൂലയും തടവാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. അതുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആ റുക്നുൽ യമാനിയുടെ മൂലയിൽ നിന്ന് നോക്കൂ, ഈ ഹജറുൽ അസ്വദിന്റെ മൂല, ആ ചുവപ്പ് ഭാഗം അടയാളപ്പെടുത്തിയ ഈ ഭാഗം ഉണ്ടല്ലോ, റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ, നമ്മൾ തവാഫ് തുടങ്ങിയ ഭാഗം വരെ,
അവിടെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണിത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. തവാഫിൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട ഏക പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇത് മാത്രം. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബന ആതിന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കിനി ദുനിയാവിലും ഹസനത്ത് നൽകണേ, വഫിൽ ആഖിറത്തി, പരലോകത്തും ഞങ്ങൾക്ക് നല്ലത് തരണമേ റബ്ബേ എന്ന റബ്ബിനോട് പ്രാർത്ഥന. എന്നിട്ടോ തീർന്നില്ല, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അത് എല്ലാം ഉൾക്കൊള്ളുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകവും പരലോകവും ഉൾക്കൊള്ളുന്ന, ആവശ്യപ്പെടുന്ന ഒരു വശമാണ്, ഒരു പ്രാർത്ഥനയാണ് ഇത്. ഇതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇവിടെ നല്ല നിലക്ക് ജീവിക്കണം, ഇഹലോകത്ത് നമുക്ക് നന്മ കിട്ടണം, അതേപ്രകാരം പരലോകത്തും സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും വേണം. ഇതാണല്ലോ ഇതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥന. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. തവാഫുമായി ബന്ധപ്പെട്ട് ചില ശരിയും തെറ്റുകളുമുണ്ട്. ഒന്ന്, തവാഫിൽ ഈ പ്രാർത്ഥനയല്ലാതെ വേറൊരു പ്രാർത്ഥനയും പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രാർത്ഥനയിൽ വേറൊരു പ്രാർത്ഥനയില്ല. ഇത് മാത്രമാണ് സ്വഹീഹായി വന്നിട്ടുള്ള, ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥന. എന്നാലോ ഓരോരുത്തരും അവരുടെ ഇഷ്ടം പോലെ ഏത് ദിക്റുകളും ദുആകളും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നിർവഹിക്കാം, ഖുർആൻ പാരായണം ചെയ്യാം. നമുക്ക് വേണ്ടതൊക്കെ റബ്ബിനോട് ചോദിക്കുവാനുള്ള ഒരു അവസരമാണത്. എന്നാൽ ചില ആളുകൾ എന്തുണ്ട്, ഓരോ ചുറ്റിലും ഓരോ പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ ചുറ്റിലെ പ്രാർത്ഥന, രണ്ടാമത്തെ ചുറ്റിലെ പ്രാർത്ഥന, അങ്ങനെ 7 ചുറ്റിനും 7 പ്രാർത്ഥനകൾ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് അച്ചടിച്ച് വന്ന് അതിങ്ങനെ ബുക്ക് നോക്കി ചൊല്ലുന്നതും, അതല്ലെങ്കിൽ പലരും ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചൊല്ലുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇതൊന്നും പ്രവാചക ചര്യയിൽ പെട്ടതല്ല. നമുക്ക് എന്ത് പ്രാർത്ഥനകളും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അവിടെ വെച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ സംസാരങ്ങൾ, ഫോൺ വിളികൾ, അവിടെ ഇങ്ങനെ വരിക, അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തവാഫിലാണ് ചെയ്യുന്നത്, അവിടെ ഫോട്ടോ എടുക്കൽ, ഇതിനായിട്ട് പല ആളുകളും ടൂർ വന്നതുപോലെ, ഇത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നതുപോലെ അവിടെ വന്നിട്ട് ഫുൾ ടൈം തവാഫിൽ ഓരോ ചുറ്റിലും ഫോട്ടോ എടുക്കുക, അതിങ്ങനെ ലൈവ് വിടുക, വ്ളോഗാക്കി വിടുക. ഞാൻ ഒരു ആരാധനയുടെ റസൂലുള്ള നമസ്കാരത്തെ പോലെ ഉപമിച്ച് പറഞ്ഞൊരു ആരാധനകൾ ആലോചിച്ച് നോക്കുക. അത് അവിടെ വന്ന് കണ്ട് ലൈവ് എടുക്കുന്നു, അതേപ്രകാരം വീഡിയോ കോൾ ചെയ്യുന്നു. ഇന്ന് അത് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എല്ലാവർക്കും നെറ്റും സൗകര്യങ്ങളും ക്യാമറയുള്ള മൊബൈലും കാര്യങ്ങളുണ്ട്. ഇവർ നാട്ടിലേക്ക് ഇങ്ങനെ വിളിക്കുക. എന്നിട്ട് ഇവൻ്റെ ബാക്കിൽ കുറേ 100 ആളുകൾ ഇവൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ വീഡിയോ കോൾ വിളിച്ച് അതിൻ്റെ അപ്പുറത്ത് അവൻ്റെ ഭാര്യയായിരിക്കും, അവൻ്റെ ഉമ്മയായിരിക്കും, അവൻ്റെ സഹോദരിയായിരിക്കും, അവർ തട്ടം അയച്ചിട്ട് കണ്ട് ഈ വീഡിയോയിൽ ഇങ്ങനെ വരിക. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് കാണാം. ഇതിങ്ങനെ ഇവർ തവാഫിലാണെന്നുള്ളൊരു ബോധം അവർക്കില്ല. ഇതിങ്ങനെ തവാഫ് അവസാനിക്കുന്നത് വരെ കണ്ടോ, കാബ കണ്ടോ, ഞാൻ കാബയിലുള്ളത് വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ ഒരു രീതി നമ്മൾ ഉണ്ടായിരിക്കേണ്ടതല്ല, അത് നമ്മൾ ഒഴിവാക്കുക. പിന്നെ നോക്കൂ, ഈ ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് തുടങ്ങി അവിടെ തിരിച്ചെത്തുന്നത് വരെ 1, വീണ്ടും 2, അങ്ങനെ 7 ചുറ്റലുകളാണ് ചെയ്യേണ്ടത്. ഈ ഓരോ തവണ ഹജറുൽ അസ്വദിൽ എത്തുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയാം. ഓരോ തവണ നമ്മൾ ഹജറുൽ അസ്വദിൽ എത്തുമ്പോഴും ഓരോ തവണ മുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മുത്താം, അത് സാധിക്കൂലെന്ന്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അത് പകരമായിക്കൊണ്ട് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അല്ലാഹു അക്ബർ, രണ്ടാമത്തെ ചുറ്റിലും അല്ലാഹു അക്ബർ, മൂന്നാമത്തെ ചുറ്റിൽ 4, അങ്ങനെ 7 ചുറ്റിലും ഹജറുൽ അസ്വദിൻ്റെ അവിടെ എത്തുമ്പോൾ ഹജറുൽ അസ്വദിലാണ് പിന്നീട് അവസാനിക്കുന്നത്. ഇനി ആർക്കെങ്കിലും തവാഫിന്റെ എണ്ണത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ എന്താണ്, നമസ്കാരത്തിൽ റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമസ്കാരത്തിൽ 3 ആണോ 4 ആണോ ഒരാൾ നമസ്കരിച്ചു എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ സംശയമുള്ളത് ഒഴിവാക്കിയിട്ട് ഉറപ്പിൽ കൂടുക എന്നാണല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ തവാഫിൻ്റെ ഇടയിലുള്ള സംശയം വന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം സ്വീകരിക്കുക. നമുക്ക് തോന്നുകയാണ് 6 ആയോ 7 ആയോ, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ മറന്നിട്ടുണ്ടാവും, കുറേ ടൈം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 6 ആയോ 7 ആയോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്വീകരിക്കുക? അവിടെ ഉറപ്പുള്ളത് 6 ആണല്ലോ, അപ്പോൾ 6 ആയിട്ടേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക. അതാണ് വേണ്ടത്. ഇനി തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഓർമ്മ വരുന്നത്, ഞാനിപ്പോൾ എത്രണ്ണ ചെയ്തത്, എനിക്ക് സംശയമുണ്ട് അവിടെ 6 ആണോ 7 ആണോ എന്ന് വന്നാൽ ആ സംശയം നമ്മൾ പരിഗണിക്കേണ്ടതില്ല, അത് വിട്ടേക്കുക എന്ന് പണ്ഡിതന്മാരുടെ ഫത്വ നിങ്ങളുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തവാഫ് കഴിഞ്ഞു, തവാഫിന് ശേഷം 2 റക്അത്ത് നമസ്കാരമുണ്ട്. മഖാമ ഇബ്രാഹിമിനെ മുന്നിലാക്കിക്കൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുക. അത് ഇന്നിപ്പോൾ അവിടെ ഒന്നും നമസ്കരിക്കാൻ വിടില്ല, അതിൻ്റെ തൊട്ടുമുമ്പിലൊന്നും നമസ്കരിക്കുക. പല ആളുകളും തവാഫിൻ്റെ അടിയിൽ അവിടെ ചെന്ന് നമസ്കരിക്കുക, ആളുകൾ അതിൻ്റെ മൂല കയറി ഇറങ്ങുക, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ചെയ്യരുത്. അവിടെ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്. സായി ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ നമസ്കരിക്കാനുള്ള മുസല്ലകളുണ്ട്. അവിടെ നിന്ന് നമസ്കരിക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക. അത് ഹറമിൽ എവിടെ വെച്ചിട്ടും, മഖാം ഇബ്രാഹിം തന്നെ മുന്നിലാവണമെന്നില്ല, ഹറമിൽ എവിടെ വെച്ചിട്ടും നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. ആ നമസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം, ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്തുൽ കാഫിറൂനും, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത്.
ഈ നമസ്കാരത്തിന് മുമ്പ് നേരത്തെ നമ്മൾ തവാഫിൽ ചെയ്ത ഇൽത്തിബാ ഉണ്ടല്ലോ, വലത് ചുമല പുറത്താക്കി ധരിച്ചിട്ടുള്ള പുരുഷന്മാർ ധരിച്ച അത് നേരെ തന്നെ ആക്കണം കേട്ടോ. നമസ്കാരത്തിന് മുമ്പേ അത് നേരെ ആക്കി വെക്കുക. തവാഫിന്റെ ശേഷമുള്ള നമസ്കാരത്തിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവാഫ ബിൽ ബൈത്തി സബ്അൻ, ആരെങ്കിലും കഅബയെ 7 തവണ ചുറ്റി എന്നിട്ട് വസല്ല റകഅത്തൈൻ, അവൻ 2 റകഅത്ത് നമസ്കരിക്കുകയും ചെയ്താൽ കാന കഅതിഖ റഖബ, അവന് ഒരു അടിമയെ മോചിപ്പിച്ചതിന് പോലെയാണ് എന്നുള്ളതാണ്. ഇത് തവാഫ് കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞ് പിന്നെ അപ്പോൾ സംസം വെള്ളം കുടിക്കൽ സുന്നത്താണ്. സംസം വെള്ളം തവാഫിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചിരുന്നു. അതിന്റെ മഹത്വം വിശദീകരിക്കേണ്ടതില്ല. ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിൽ വെച്ചുള്ള വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഉത്തമമായ വെള്ളം അത് സംസം വെള്ളമാണ്. ഫീഹി ത്വആമുൻ മിനത്തൊം, വിശക്കുന്നവർക്കുള്ള ഭക്ഷണമാണത്. വശിഫാഉൻ മിനസ്സുഖം, രോഗത്തിനുള്ള മരുന്ന് കൂടിയാണത് എന്ന, രോഗത്തിനുള്ള ശിഫ കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത്, മാ ഉസംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് സംസം. പല ആളുകളും ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ട്, സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് കൃത്യമായ ഹദീസ് നിഷേധമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉംറയുടെ കർമ്മങ്ങളിൽ നമ്മൾ ഇഹ്റാം പറഞ്ഞു, തവാഫ് ചെയ്തു. ഇനി നമുക്കുള്ള 2 കർമ്മ, സഅയും മുടിയെടുക്കല. സഅയ് എന്താ? തവാഫ് കഴിഞ്ഞ് നേരെ മസ്അ, ടു മസ്അ അല്ലെങ്കിൽ ഇലൽ മസ്അ എന്ന് ബോർഡ് അവിടെ വിധിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ആ ബോർഡ് വിധിച്ച ഭാഗത്ത് നോക്കിയിട്ട് മസ്അയിലേക്ക് നീങ്ങാനുള്ള വഴി അതായിരിക്കും. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സഅയിന് വേണ്ടി പോവുക. സഅയ് എന്ന് പറഞ്ഞാൽ സഫ മറവ എന്നീ 2 കുന്നുകൾക്കിടയിലുള്ള നടത്തമാണ്. ഇന്നിപ്പോ ഒക്കെ പള്ളിന്റെ അകത്താണത്, അന്ന് പള്ളിക്ക് പുറത്താണെങ്കിലും സഫ എന്ന മലയുടെ പിക്ചറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, സഫയുടെ ഭാഗം. അത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ സഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആയത്ത് പാരായണം ചെയ്യുക. ഏതാണ്? സൂറത്തുൽ ബഖറയിലെ 158-ാമത്തെ ആയത്ത്, ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് തുടങ്ങുന്ന ആ ആയത്തുണ്ടല്ലോ. ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഒന്നുകിൽ സാധിക്കുമെങ്കിൽ ആയത്ത് പൂർണ്ണമായി തന്നെ പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് മാത്രമെങ്കിലും ചുരുക്കാം. ഇത് ഒരു തവണ തവാഫ് ആരംഭിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ട് സഫയുടെ അടുത്തേക്ക് കയറി നിൽക്കുക. മലന്റെ മേലപ്പം കയറാൻ പറ്റില്ല നമുക്കറിയാം. നേരെ സഫയിൽ കയറി നിന്ന്, അതിൻ്റെ ഉയർന്ന ഭാഗത്ത് കയറി നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കിയും തക്ബീർ ചൊല്ലിക്കൊണ്ടും നിർവഹിച്ചതിന് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുക. ഏതാണ് ആ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. വളരെ സിമ്പിളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തവാഫിലും സഅയിലും നമുക്ക് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, തവാഫിൻ്റെ പ്രാർത്ഥന നമ്മൾ പഠിച്ചു, സഅയിൽ ഈ പ്രാർത്ഥനയാണ് ചൊല്ലാനുള്ളത്. ഇതുകൂടി ഈ 2 പ്രാർത്ഥന മനഃപ്പാടമാക്കി വെച്ചാൽ മതി. എന്നാൽ പിന്നെ പുസ്തകം കയ്യിൽ കൊണ്ടടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അള്ളാഹു തക്ബീർ ചൊല്ലി ഈ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്തും റബ്ബിനോട് പ്രാർത്ഥിക്കാം. അത് അറബിയിൽ തന്നെ ആവണമെന്നില്ല, മലയാളത്തിലൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റബ്ബിനോട് നമ്മൾ തേടുകയാണ് വേണ്ടത്. 3 പ്രാവശ്യം ചെയ്യാം. ഈ പ്രാർത്ഥന ചൊല്ല പ്രാർത്ഥിക്കുക, വീണ്ടും പ്രാർത്ഥന ചൊല്ല പ്രാർത്ഥിക്കുക, അങ്ങനെ 3 തവണ നിർവഹിക്കുകയാണ് വേണ്ടത്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. നേരത്തെ പറഞ്ഞത് തൗഹീദിന്റെ വചനങ്ങൾ ആവർത്തിച്ച് പറയാം. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, രാജാധിപത്യം അവനാണ്, അവൻ സർവശക്തനാണ്. എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവൻ ഏകനാണ്, തൻ്റെ വാഗ്ദാനം അവൻ നിറവേറ്റിയിരിക്കുന്നു, തൻ്റെ ദാസനെ അവൻ സഹായിച്ചിരിക്കുന്നു, ശത്രുക്കളെ അവൻ തനിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് പിന്നിലൊക്കെ പ്രത്യേക ചരിത്ര സംഭവങ്ങളുണ്ട്, ഒന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഏതായിരുന്നാലും ഈ പ്രാർത്ഥന അവിടെ വെച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് സഫയിൽ നിന്ന് ഇറങ്ങുക. സഫയിൽ നിന്ന് ഇറങ്ങി മറുവയിലേക്ക് പോകുക. അത് ഇത്ര തവാഫിനെ പോലെ റൗണ്ടല്ല, അത് നീളത്തിൽ നമുക്ക് അങ്ങേയറ്റം വരെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? ഇവിടെ നിന്ന് മറുവയിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഈ പച്ച അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, കണ്ട, ഈ ഒരു ഭാഗം മുതൽ അടുത്ത ലാസ്റ്റ് വരെ ആ പച്ചയുടെ അടയാളമുണ്ട്. ഈ പച്ച അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പുരുഷന്മാർ ഓടണം എന്നുള്ളതാണ്. കണ്ട ഈ ഭാഗം പ്രത്യേകം മുകളിൽ ലൈറ്റ്, പഴയ കാലത്ത് അത് ചെടി ചുമരിലായിരുന്നു ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം മേൽഭാഗത്ത് തന്നെ അത് ട്യൂബ് ലൈറ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പുരുഷന്മാർ ഓടുക, സ്ത്രീകൾ നടന്നാൽ തന്നെ മതി. എന്നിട്ട് അവിടെ നിന്ന് മറുവയിലെത്തും. മറുവയിലെത്തിക്കഴിഞ്ഞാൽ കഅബയുടെ നേരെ തിരിഞ്ഞെന്ത് ചെയ്യുക? സഫയിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ അവിടെ ആയത്ത് പാരായണം ചെയ്യാനില്ല,
സഫയിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ എന്താ ചെയ്യുക, ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക. ഇത് 3 തവണ ചെയ്യുക. ഇതാണ് മറുവ. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്ന് നിന്ന് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് കണ്ട് എന്ത് ചെയ്യുക, ആളുകൾ നിൽക്കുന്നത് പോലെ ഇവിടെ നിന്ന് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നേരത്തെ പറഞ്ഞ ഈ പ്രാർത്ഥനകൾ 3 തവണ ചൊല്ലുകയാണ് വേണ്ടത്. മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചുറ്റായി. മറുവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് പോകുന്നു, 2 ചുറ്റായി. അതല്ലാതെ സഫയിലും തുടങ്ങി വീണ്ടും സഫയിലെത്തി എത്തിയാലല്ല ഒരു ചുറ്റാവുന്നത്. സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ 1, മറുവയിൽ നിന്ന് സഫയിലെത്തി കഴിഞ്ഞാൽ 2, അങ്ങനെയാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ പച്ച സ്ഥലത്തുമ്പോൾ വേഗത കൂട്ടേണ്ട സ്ഥലത്ത് പുരുഷന്മാർ വേഗത കൂട്ടുക. വീണ്ടും നമ്മൾ സഫയിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, മറുവയിലും ചെയ്തതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ 7 പ്രാവശ്യം പൂർത്തിയായാൽ സഅയ് അവസാനിച്ചു എന്നുള്ളതാണ്. അവസാനിക്കുന്നത് എവിടെയായിരിക്കും? മറുവയിലായിരിക്കും. സഫയിൽ നിന്ന് തുടങ്ങി 7ാമത്തത് അവസാനിക്കുന്നത് മറുവയിൽ വെച്ചായിരിക്കും. ഈ സഅയിലുടനീളം എന്ത് ചെയ്യുക, നടക്കുന്ന വേളയിൽ ഫുള്ള് അവിടെ മൊബൈലോ കാര്യങ്ങളോ നോക്കി സോറ പറഞ്ഞിരിക്കാതെ നമുക്ക് ദുആകളും ദിക്റുകളും ഖുർആൻ പാരായണമൊക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് സഅയിന് അത്രയും ദൂരമുണ്ട്, കണ്ടില്ല? അതിൻ്റെ മേൽഭാഗമാണ് കഅബയുടെ റൂഫിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്നത്. ആ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങി ഇങ്ങോട്ട് ഇവിടെ വരെ നമ്മൾ എന്ത് ചെയ്യാണ്, അവസാനിക്കുന്ന ഈ രീതിയിൽ നടത്തമാണത്. ഏകദേശം കുറേ നടക്കാനുണ്ടാവും. തവാഫിനേക്കാൾ കൂടുതൽ നമുക്ക് നടക്കാനുണ്ട്. 394.5 മീറ്റർ ഉണ്ട് സഫയിൽ നിന്ന് മറുവയിലേക്ക് നടക്കാൻ, തിരിച്ചങ്ങോട്ടും. അങ്ങനെ 7 വരുമ്പോൾ ഏകദേശം 2761 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അങ്ങനെ ആവുമോ 2 കിലോമീറ്റർ 2.25-3 കിലോമീറ്റർ നടക്കാണ്ട് സഅയ് തീരുമ്പോഴേക്ക്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു, ഇഹ്റാം നമ്മൾ പറഞ്ഞു, തവാഫ് നിർവഹിച്ചു, സഅയും ഇതോടുകൂടിയായി പൂർത്തിയായി. ഇനി എന്തേ ഉള്ളൂ, മുടി എടുക്കൽ മാത്രമാണ് ബാക്കിയുള്ളത്. മുടി കളയുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത്. പുരുഷന്മാരെന്ത് ചെയ്യുക, തലമുടി പൂർണ്ണമായും കളയുകയോ അതല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യാം. പക്ഷേ ഏറ്റവും ഉത്തമം എന്താ, കളയുന്നതാണ്. വെട്ടുന്നതിനേക്കാൾ ഉത്തമം കളയുന്നതാണ്. പക്ഷേ പല ആളുകളും അവിടെ കണ്ട ആളുകൾ കത്രി കയറ്റി അവിടെ നിൽക്കുക, സഅയ് കഴിഞ്ഞ് മറുവൻ്റെ പുറത്ത് കത്രി കയറ്റി മുടി വെട്ടണോ വെച്ച് കാണും. എന്നിട്ട് ഇവിടുന്ന് ആളുകൾ പല കട്ട് ചെയ്ത് കൊടുക്കും, എന്നിട്ട് 2 റിയാലും വാങ്ങും. ആ രീതി നമ്മൾ ചെയ്യരുത്. മുടി വെട്ടുകയാണെങ്കിൽ മുഴുവനായിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുഴുവനായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ആർക്കും വെട്ടുന്നവരോ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വടിക്കുന്നതാണ് ഉത്തമം. സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്, സ്ത്രീകൾ അവരുടെ തലയുടെ മുടിയുടെ ബാക്ക് ഭാഗത്ത് നിന്ന് ഒരു വിരൽ കൂടിയോളം, ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിലും ആകെ ബാക്കിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. കടയിലൊന്നും പോകേണ്ട, ബാർബർ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരുടെ കയ്യിൽ നിന്ന് കത്രിക ഉണ്ടെങ്കിൽ അതിൽ കത്രിക വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റാരേക്കൊന്ന് വാങ്ങിയിട്ട് നിർവഹിക്കാവുന്നതാണ്. പുരുഷന്മാർ ഞാൻ പറഞ്ഞു മുടി കളയുന്നതാണ് ഉത്തമം എന്നുള്ളതിന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുവേ മുടി കളഞ്ഞവർക്ക് ഇനി കരുണ ചെയ്യണേ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മുടി വെട്ടിയവരുണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കൂടെ. വൽ മുഖസ്സിരീൻ റസൂലുള്ളാഹി എന്ന് ചോദിച്ചു. അള്ളാഹിന്റെ ദൂതരെ മുഖസ്സിരീങ്ങളെ വെട്ടിയവരോ? റസൂലുള്ളാഹി വീണ്ടും അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, മുടി കളഞ്ഞവർക്ക് അല്ലാഹു ഇനി കരുണ ചെയ്യണേ എന്ന് പറഞ്ഞു. വീണ്ടും സഹാബികൾ വെട്ടിയവരുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്കോ റസൂല വെട്ടിയ ഞങ്ങളോ എന്ന് ചോദിച്ചു. പിന്നീട് റസൂലുള്ളാഹി മൂന്നാമതാണ് റസൂലുള്ളാഹി പിന്നെ പറഞ്ഞു വൽ മുഖസ്സിരീൻ. ആ പ്രാർത്ഥനയുടെ വശം നോക്കൂ. ആദ്യത്തിലൊക്കെ അല്ലാഹുമ്മ അർഹം എന്ന് പറയണം, അവസാനത്തിൽ എന്താ അല്ലാഹുമ്മ അർഹം എന്ന് പറയാതെ വൽ മുഖസ്സിരീൻ, വെട്ടിയവർക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പണ്ഡിതമായി വിശദീകരിക്കുന്നത് കളയുന്നതാണ് ഏറ്റവും ഉത്തമം വെട്ടുന്നതിനേക്കാളും. വെട്ടുന്നവർക്ക് കൂലി ഉണ്ട് എന്ന് മനസ്സിലാക്കാം, പക്ഷേ അഫ്ദൽ മുടി കളയലാണ്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യും, 4 കർമ്മങ്ങളും പറഞ്ഞു. ഇഹ്റാമും തവാഫും സഅയും മുടിയെടുക്കലും. ഇതോടുകൂടി എന്ത് ചെയ്യാണ്, ഉംറയുടെ കർമ്മങ്ങൾ പൂർത്തിയായി. എന്നിട്ട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതോടൊപ്പം ഇഹ്റാമിൽ നിന്ന് പാടില്ലാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് അനുവദനീയമായി. അപ്പോൾ എന്തേലും ഇഹ്റാമിൽ പാടില്ലാത്ത വിഷയങ്ങൾ, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഒന്നും നഖം മുറിക്കാൻ പാടില്ലായിരുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ഇതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖം മുറിക്കാൻ പാടില്ല, മുടി കളയാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, പുരുഷന്മാർ തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, പുരുഷന്മാരെ തല മറക്കാൻ പാടില്ല, സ്ത്രീകൾ മുഖവും മുൻകൈയും മറക്കാൻ പാടില്ല, പക്ഷിമൃഗാദികളെ ഹറമിലെ പക്ഷിമൃഗാദികളെ വേട്ടയാടാൻ പാടില്ല, വിവാഹ അന്വേഷണമോ ഇഹ്റാമിലായിരിക്കാൻ പാടില്ല, ലൈംഗികപരമായിട്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഇഹ്റാമിൽ പാടില്ല, ഭാര്യാഭർത്തൃബന്ധത്തിൽ ഏർപ്പെടൽ പാടില്ല. ഈ 10 കാര്യങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് നിഷിദ്ധമാണ്. ഈ മുടി കളഞ്ഞ് അതോടുകൂടി തഹല്ലുലായി അവർക്ക് ഇതൊക്കെ വീണ്ടും ഇഹ്റാമിൽ നിന്ന് നമ്മൾ വിരമിച്ചു എന്ന് തഹല്ലുലായി എന്നാ പറയല്. അതിനുശേഷം ഇതൊക്കെ അനുവദനീയമായി തീരും. ഇനി ഇതാരെങ്കിലും ഇതുപോലെ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇഹ്റാമിൽ ചെയ്തു കഴിഞ്ഞാൽ, ആ നിഷിദ്ധങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തമുണ്ട്.
ഇപ്പം നഖം മുറിക്കലും മുടി കളയലും സുഗന്ധം ഉപയോഗിക്കലും പുരുഷന്മാർ തുന്നിയ വസ്ത്രം ധരിക്കൽ തലമറക്കൽ സ്ത്രീകൾ മുഖവും മുൻകൈയും ഒക്കെ മറക്കുക എന്നുള്ളത് ആരെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം ചെയ്തു പോയാൽ അവർക്ക് പ്രായശ്ചിത്തം ഒരാടിനെ അറുക്കണം എന്നുള്ളതാണ്. ഒരാടിനെ അറുത്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു 6 അഗതികൾക്ക് ഭക്ഷണം നൽകുക, 6 മിസ്കീനുമാർക്ക് ഭക്ഷണം നൽകുക, 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. ഇതിൽ ഏതെങ്കിലും ഈ 3 കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം നമുക്ക് ഏതാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത്. ആടിനെ അറക്കാൻ കഴിയില്ലാത്തവരെ നോമ്പെടുത്തോളൂ, അല്ലെങ്കിൽ ഭക്ഷണം നൽകിക്കോളൂ. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതേ പ്രകാരം തന്നെ ഹറമിലെ പക്ഷിമൃഗാദികളെ വേട്ടയാടുകയാണെങ്കിൽ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തിന് തുല്യമായിട്ടുള്ള മൃഗത്തെ നമ്മൾ ബലിയെറുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ വിലക്ക് തുല്യമായ സംഖ്യക്ക് ഭക്ഷണം വാങ്ങി 1/2 സ്വാഴ് വീതം അഗതികൾക്ക് വിതരണം ചെയ്യണം. എത്ര അഗതികൾക്ക് ഭക്ഷണം നൽകാനുള്ള വില വരുന്നോ അത്രയും ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇതോടുകൂടി അവസാനിക്കുന്നു. ഹറമിൽ ഇപ്പോൾ പ്രായമായ ആളുകൾ, കിബാർ സുന്നികൾ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, നടക്കാൻ പറ്റാത്ത ആളുകൾ, അസുഖമുള്ളവർ, അവർക്കൊക്കെ നടക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഹറമിലെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. അഥവാ അവിടുത്തെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, വീൽ ചെയറുകളുണ്ട്, സൗജന്യമായി കൊണ്ടുപോകുന്നതും കാശ് കൊടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഇതിൻ്റെ ഏതെല്ലാം ഡോറുകളിലാണ് ഇത് ഉണ്ടാവുക എന്ന് പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ഹറം അധികാരികൾ. എത്രയാണ് ഇതിൻ്റെ സംഖ്യ എന്നുള്ളത്, അഥവാ ഇലക്ട്രിക് വാഹനത്തിന് 100 റിയാലാണ് ഉംറ മുഴുവനായിട്ട് തവാഫും സഅയും ചെയ്യാൻ. സഅയ് മാത്രം ചെയ്യാൻ 50 ആണ്, തവാഫ് മാത്രം ചെയ്യാൻ 50 റിയാലാണ്. വീൽ ചെയറിനാണെങ്കിൽ 250 ആണ്, 100 ആണ്, 150 ആണ്. അങ്ങനെ വ്യത്യസ്ത സംഖ്യകളൊക്കെ അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം ഉപയോഗപ്പെടുത്താം. പക്ഷെ ഇതെല്ലാവരും അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളത് ശരിയല്ല. ഏറ്റവും അഫ്ളൽ എന്താണ്? ഈ ഹറമിലെ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ തവാഫ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് എന്ത്? ഏറ്റവും നല്ലത് നടന്നുകൊണ്ട് തവാഫും സഅയും നിർവഹിക്കലാണ്. എന്നാൽ അശക്തരായിട്ടുള്ള രോഗമോ അതിന് പ്രായമോ നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതിന് തെറ്റുമില്ല എന്നതാണ് ഈ വിഷയത്തിലെ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അതേപ്രകാരം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സോപ്പോ മറ്റോ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും സംശയം വരും. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ സോപ്പ് മണം ഉണ്ടാവില്ലേ, മറ്റു ക്രീമുകൾ, ഇതൊക്കെ എണ്ണ, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. ഇവിടെ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ നോർമലായി കൂടുതൽ അതിൻ്റെ ഫ്ലേവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ നല്ല സ്ട്രോങ് സ്മെല്ലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. സൂക്ഷ്മതയ്ക്ക് അതിൽ നിന്ന് വിട്ട് നിൽക്കുക. അതല്ലാതെ നോർമലായിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി സോപ്പ് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് എന്തില്ല, വിരോധമില്ല എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. അതേപ്രകാരം തന്നെ വാസ്ലീൻ പോലെയുള്ള ക്രീമുകൾ ചിലപ്പോൾ നമുക്ക് കാലിലൊക്കെ നടന്ന് മുറിവായി വാസ്ലീൻ തേക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എങ്കിൽ നമുക്ക് വാസ്ലീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാൽ അതിൽ തന്നെ പല ഫ്ലേവറായിട്ട് കളർ ആഡ് ചെയ്തത്, സ്മെല്ല് ആഡ് ചെയ്തതൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക സൂക്ഷ്മതയ്ക്ക് വേണ്ടി, അതാണ് നല്ലത്. അതല്ലാതെ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് തെറ്റില്ല. പിന്നെ തവാഫ് കഴിഞ്ഞ് ഉടനെ തന്നെ സഅയ് ചെയ്യണോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അത് ഏറ്റവും അഫ്ളൽ എന്താ? തവാഫിനോട് കൂടെ തന്നെ സഅയ് ചെയ്യലാണ്. ഇനി ഒരാൾക്ക് തവാഫ് കഴിഞ്ഞു വളരെ ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ളുഹറിനാണ് മറ്റേ അസറിന് ശേഷം നമുക്ക് സഅയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതെങ്കിൽ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ രാത്രിയൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഏറ്റവും നല്ലത് തവാഫിനോട് കൂടെ തന്നെ സഅയ് നിർവഹിക്കലാണ്. അതിന് ആരെങ്കിലും ഇഹ്റാമിലായിരിക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വളരെ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന റജുലൻ ഖാന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹജ്ജിന്റെ വേളയിൽ നബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബി, അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തിൽ നിന്ന് വീണു ഇഹ്റാമിലായിരിക്കെ. എന്നിട്ട് ഒട്ടകം ചവിട്ടിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെട്ടു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഗ്സിലൂഹു ബിമാഇൻ വസിദ്ർ, വെള്ളം കൊണ്ടും താളി കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ കഴുകുക, കുളിപ്പിക്കുക. വകഫിനൂഹു ഫീ തൗബൈഹി, അവർ ധരിച്ചിട്ടുള്ള ആ 2 ഇഹ്റാമിൻ്റെ വസ്ത്രം ഉണ്ടല്ലോ പുരുഷന്മാർ ധരിച്ചിട്ടുള്ള ആ വസ്ത്രത്തിൽ തന്നെ അവരെ കഫൻ ചെയ്യുക. വലാ തുമസ്സുഹു ബിതീബ്, ഇഹ്റാമിൽ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അവരെ സുഗന്ധം ഉപയോഗിക്കരുത്. അവരുടെ മുഖം വലാ തുഖമ്മിറു റഅസഹു, അതവരുടെ മുഖം മറക്കരുത്. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു യുബ്അഥു യൗമൽ ഖിയാമത്തി മുലബ്ബിയൻ, അവരെ ഖിയാമത്ത് നാളിൽ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടായിരിക്കും അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്നുള്ളത് സ്വഹീഹ് ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. നോക്കാം, ഹറമിൽ നമസ്കരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ജനാസകളാണത്. അതിൽ നോക്കൂ, ജനാസയുടെ കൂട്ടത്തിൽ തല മറക്കാത്ത പല ജനാസകളുണ്ട്. തല മറക്കാത്ത എന്താ? ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ് അവർ,
മുഹ്രിമായിട്ടുള്ള ആളുകൾ ഈ രീതിയിലാണ് ജനാസ പോലും വെക്കുന്നുള്ളത് നമുക്ക് ഹറമിലൊക്കെ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ജനാസ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതും കൂടി പുണ്യമുള്ള കാര്യമാണ്. പലപ്പോഴും പല ആളുകളും ഹറമിലെത്തിക്കഴിഞ്ഞാൽ 5 നേരവും പള്ളിയിൽ നമസ്കാരം, 5 നേരവും ജനാസ നമസ്കാരമുണ്ട്. ആളുകൾ അതിനെ മഹത്തറിയില്ല, അവർ അവിടെ തന്നെ ഇരിക്കും പല ആളുകളും. അതല്ല, ഒരാൾ ജനാസ നമസ്കരിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആ ജനാസയുടെ കൂടെ പിന്തുടർന്നു കഴിഞ്ഞാൽ, അതിനെ മറമാടിക്കഴിഞ്ഞാൽ അവർ 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നമസ്കരിക്കുന്ന മാത്രമേ ഉള്ളൂ. ആ ഹറമിൽ എത്ര ഒരു 10 ജനാസ അല്ലെങ്കിൽ 5 ജനാസ ഉണ്ടെങ്കിൽ ഒരു 5 ഖീറാത്ത്, ഒരാൾ ഒരു ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ച് കഴിഞ്ഞാൽ അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഖീറാത്ത്? മിസ്ലൽ ജബലൈൻ അലി. 2 ഖീറാത്ത് എന്താ റസൂൽ മറുപടി പറഞ്ഞത്? 2 മല, ഉഹുദ് മലയോളം വലിപ്പമുള്ള അത്രയും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഉഹുദ് മലക്ക് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഖീറാത്ത് കാരണം ഉഹുദ് മല പറഞ്ഞാൽ 6 കിലോമീറ്റർ നീളവും 2-3 കിലോമീറ്റർ വീതിയൊക്കെ ഉണ്ട്. അത്രയും വലിപ്പം, അത്രയും പ്രതിഫലം ഒരു ജനാസ നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് നിർവഹിക്കാൻ വേണ്ടി ഹറമിൽ കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. നമുക്കറിയാം, ഞാനും നിങ്ങളും എപ്പോഴാണ് മരിക്കാൻ നമുക്കാർക്കും പറയാൻ പറ്റില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരാളും മരണത്തെ ആസ്വദിക്കുന്നതാണ്. സുമ്മ ഇലൈനാ തുർജഊൻ. പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ എപ്പോൾ ഹജ്ജിനും ഉംറക്കും വന്നിട്ട് അവിടെ നിന്നാണ് മരിക്കുക പറയാൻ പറ്റൂല. വാഹനത്തിൽ നമ്മൾ മരിക്കുക പറയാൻ പറ്റൂല. എപ്പോഴും സദാസമയം നമ്മളെ മരണം പിടികൂടും. നമ്മൾ ഉദ്ദേശം ഉംറ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. എപ്പോൾ എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നോ, നാളെ ഞാൻ എന്ത് പ്രവർത്തിക്കുമെന്നോ ഒരാൾക്കും പറയാൻ പറ്റില്ല. വമാ തദ്രീ നഫ്സുൻ ബി അയ്യി അർദിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച് മരിക്കാൻ പറ്റുമെന്നോ പറയാൻ പറ്റില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അപ്പോൾ നമ്മൾ ഇതെപ്പോഴും നമ്മളെ മനസ്സിലാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മരണപ്പെടും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കുക. അവസാനമായി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്നുമാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ നിർവഹിക്കുന്ന ആരാധനകൾ നമ്മുടെ പാപം മോചനം പൊറുക്കപ്പെടാനുള്ളൊരു വഴിയാണല്ലോ ഉംറ നിർവഹിക്കുക എന്നുള്ളത്. ഇതോടുകൂടി നമ്മൾ പാപമുക്തരായി ഇനി ഒരിക്കലും നമ്മൾ തിന്മയിലേക്ക് മടങ്ങാതിരിക്കുക. ഇതാണ് ഏറ്റവും ഒരു ഉംറ ചെയ്യുന്നൊരു വിശ്വാസി, ഹജ്ജ് ചെയ്യുന്ന വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.